എടാ സഹകാരിയുടെ പുതിയ രഹസ്യാർട്ട് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എടാ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന നമ്മുടെ 6ാം ക്ലാസ്സിലെ സാമൂഹ്യ ശാസ്ത്രത്തിലെ ചാപ്റ്റർ 1 ആണ് നമ്മളെന്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചാപ്റ്ററാണ്. നമുക്കെന്താണ് നേരെ ക്ലാസ്സിലോട്ട് പോകാം. എടാ നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിൻ്റെ പേരെന്താണ്ടാ? ആദിമ മനുഷ്യരും സംസ്കാരങ്ങളുമാണ്. ഓക്കെ, ആദിമ മനുഷ്യരും സംസ്കാരങ്ങളുമാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. ആദ്യം തന്നെ ഒരു ലെറ്ററിൻ്റെ ഒരു പോർഷനാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഞാൻ വായിക്കാം. ആദിമ മനുഷ്യർ ഒരിക്കലും നാം ഇന്ന് കാണുന്നത് പോലെ ആയിരുന്നിരിക്കില്ല. പകുതി കുരങ്ങും പകുതി മനുഷ്യനുമായിരുന്ന അവർ ഏതാണ്ട് കുരങ്ങിനെ പോലെ തന്നെ ജീവിച്ചിരിക്കണം. ജർമ്മനിയിൽ ഹൈഡൽബർഗ് എന്ന പട്ടണത്തിൽ ഒരു പ്രൊഫസറെ കാണാൻ നമ്മൾ പോയത് നിനക്ക് ഓർമ്മയുണ്ടോ? ജന്തുക്കളുടെ അവശിഷ്ടങ്ങൾ സൂക്ഷിച്ചിട്ടുള്ള ഒരു കാഴ്ച ബംഗ്ലാവ് അദ്ദേഹം നമുക്ക് കാണിച്ചു തന്നു. അതിൽ വിശേഷിച്ച ഒരു തലയോട് അദ്ദേഹം ഒരു ഇരുമ്പ് പെട്ടിയിൽ ഭദ്രമായി സൂക്ഷിച്ചിരുന്നുവല്ലോ. അത് ഒരു ആദിമ മനുഷ്യൻ്റെ തലയോടാണത്രേ. ആദിമ മനുഷ്യനെ ഇപ്പോൾ ഹൈഡൽബർഗ് മനുഷ്യൻ എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ആ തലയോട് എന്താണ് ഇപ്പോൾ ഹൈഡൽബർഗ് മനുഷ്യൻ എന്നാണ് വിളിച്ചിരുന്നത്. കാരണം എന്താണ്? അത് ഹൈഡൽബർഗ് എന്ന പട്ടണത്തിൽ ഖനനം ചെയ്ത വഴി ലഭിച്ച തലയോടായിരുന്നു. ഓക്കെ, ഇത് ഏത് പുസ്തകത്തിൻ്റെ ഭാഗമാണ്ടാ? ഇതാ ഒരു അച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ. ആരുടെയാണ് നിങ്ങൾക്കറിയാം. ഞാൻ ഒരു അച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് നിങ്ങൾക്കറിയാം അത് ആരുടെ പുസ്തകമാണെന്നറിയാം. ആരാണ്? ജവഹർലാൽ നെഹ്റു തൻ്റെ മകളായ ഇന്ദിരാഗാന്ധിക്ക് എഴുതിയ പുസ്തകമാണ് ഒരു അച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ. അപ്പോൾ നമുക്കിവിടെ ചർച്ച ചെയ്യേണ്ടത്? നമ്മുടെ ആദിമ മനുഷ്യനെ പറ്റിയാണ് നമ്മൾ ഈ പാഠത്തിൽ പറയുന്നത്. അതായത് ആദിമ മനുഷ്യൻ്റെ ഇന്ന് നമ്മൾ കാണുന്ന മനുഷ്യരൂപത്തിലുള്ള യാത്രയാണ് നമ്മളിവിടെ പറയുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് സംസ്കാരങ്ങൾ നമ്മളിവിടെ പറയുന്നുണ്ട്. ഈജിപ്ഷ്യൻ സംസ്കാരം, ചൈനീസ് സംസ്കാരമൊക്കെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ പാഠത്തിൽ പറഞ്ഞു പോകുന്നുണ്ട്. ഓക്കെ, നമുക്ക് അടുത്തതിലോട്ട് പോകാം. ഓക്കെ, ഞാൻ പറഞ്ഞു നമ്മുടെ ചരിത്രത്തെ പറ്റിയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നൽകിയിരിക്കുന്നത് BC-യും C-യും. ഓക്കെ, ഞാൻ ആദ്യം തന്നെ ഇതിൻ്റെ ഫുൾ ഫോം പറയാം. ബിഫോർ കോമൺ എറേ. ഓക്കെ, അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുള്ളതിന് നിങ്ങൾക്ക് അറിയാവുന്നതിന് BC-യും C-യും ബിഫോർ കോമൺ എറേ. പിന്നെ വേറെ നിങ്ങൾ അടുത്ത് ഞാൻ പറയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം BC AD നിങ്ങൾക്കറിയാം. കാലഗണന അനുസരിച്ച് ചരിത്രത്തെ 2 കാലഘട്ടങ്ങളായി വിഭജിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പോൾ കാലഗണന അനുസരിച്ച് ചരിത്രത്തെ 2 കാലഘട്ടങ്ങളായി വിഭജിച്ചിരിക്കുന്നു. അതാണ് ഞാൻ അവിടെ പറഞ്ഞ BC-യും C-യും, അതായത് ബിഫോർ കോമൺ എറയും. ഓക്കെ, സെറ്റാണ്. അടുത്ത BC AD എന്താണെന്നാണ് പറയുന്നത്. യേശുക്രിസ്തുവിൻ്റെ ജനനത്തെ അടിസ്ഥാനമാക്കി മുൻകാലങ്ങളിൽ BC AD എന്നിങ്ങനെയാണ് വിഭജിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ജനനത്തെ അടിസ്ഥാനമാക്കി മുൻകാലങ്ങളിൽ എങ്ങനെയാണ് BC-യും AD എന്നാണ് വിഭജിച്ചിരുന്നത്. ഓക്കെ, BC ADയുടെ ഫുൾ ഫോം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പുള്ള കാലം BC, അതായത് ബിഫോർ ക്രൈസ്റ്റ്. ഓക്കെ, അപ്പോൾ BC ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പുള്ള കാലമാണ് BC, അതായത് ബിഫോർ ക്രൈസ്റ്റ്. ഓക്കെ, അപ്പോൾ AD അന്നോ ഡൊമിനി. PSC ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ AD അന്നോ ഡൊമിനി. എന്നാൽ ഇപ്പോൾ നമ്മൾ പ്രചാരത്തിലുള്ള BC-യും C-യും ആണ്. ഓക്കെ, BC AD അല്ല, BC-യും C-യും ആണ് ഇപ്പോൾ പ്രചാരത്തിലുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് കാലഗണന അനുസരിച്ച് ചരിത്രത്തെ 2 ഘട്ടങ്ങളായി വിഭജിച്ചിരിക്കുന്നു. ഏതൊക്കെയാണ്? BC-യും C-യും ബിഫോർ കോമൺ എറയും. മുൻകാലങ്ങളിൽ നമ്മൾ ഉപയോഗിച്ചിരുന്ന BC-യും AD ബിഫോർ ക്രൈസ്റ്റും അന്നോ ഡൊമിനി. അതെന്തിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്? നമ്മുടെ ക്രിസ്തുവിൻ്റെ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെ ആശ്രയിച്ചാണ്, അടിസ്ഥാനമാക്കിയാണ് ആ ഒരു വിഭജനം അവിടെ നടത്തിയിരിക്കുന്നത്. ഓക്കെ, നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള BC-യും C-യും എന്താണെന്ന് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് അടുത്തതിലോട്ട് പോകാം. ഓക്കെ, നമ്മൾ നേരത്തെ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു അച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ എന്ന പുസ്തകത്തിൽ അദ്ദേഹത്തിൻ്റെ മകൾ ഇന്ദിരാഗാന്ധി ജർമ്മനിയിലെ ഹൈഡൽബർഗ് എന്നൊരു പട്ടണത്തിൽ പോവുകയും അവിടെ ഒരു ആദിമ മനുഷ്യൻ്റെ ഫോസിൽ അവർ കാണുകയുണ്ടായി മ്യൂസിയത്തിൽ പോയി. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ നമ്മുടെ ഈ ആദിമ മനുഷ്യരെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ നമുക്ക് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? അതായത് ഇത്തരത്തിലുള്ള നമ്മുടെ പഴയ കാലഘട്ടത്തെ പഴയ സംസ്കാരങ്ങളെ പറ്റിയുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്ന ഇതേപോലുള്ള ഫോസിലുകളുടെ ഖനനങ്ങളിലൂടെയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത്? ആദിമ മനുഷ്യരുടെ ചരിത്രത്തെക്കുറിച്ച് അറിയാൻ നമ്മെ സഹായിക്കുന്ന പ്രധാന സ്രോതസ്സാണ് ഫോസിലുകൾ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഈ ഫോസിലുകൾ വഴി ലഭിക്കുമ്പോൾ മാത്രമേ നമുക്ക് പണ്ട് കാലത്തെ ജനജീവിതം എങ്ങനെയായിരുന്നു, അവരുടെ അവിടുത്തെ സംസ്കാരം എങ്ങനെയായിരുന്നു എന്നൊക്കെ അറിയാൻ സാധിക്കുന്നത്. ഓക്കെ, ഇത്തരം ഫോസിലുകളുടെ കാലപ്പഴക്കം ശാസ്ത്രീയമായി നിർണ്ണയിച്ചാണ് മനുഷ്യരുടെ ഉത്ഭവത്തിൻ്റെയും പരിണാമത്തെക്കുറിച്ചും ചിത്രം രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരം നമ്മളിങ്ങനെ ഓരോ നഗരങ്ങളിൽ ഖനനം ചെയ്യുന്നത് വഴി ലഭിക്കുന്ന ഫോസിലുകൾ ഫോസിലുകളെ വച്ച് പഠിച്ചാണ് നമുക്ക് പഴയകാല ജനജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓക്കെ, ഇവിടെ ഫോസിലുകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കറിയാം ഫോസിലുകൾ നമ്മുടെ സസ്യങ്ങളുടെ നമ്മുടെ ജന്തുജാലങ്ങളുടെ അവശേഷിപ്പുകളാണ് ഫോസിലുകൾ. ഇത് മിക്കവാറും പാറകൾക്കിടയിലാണ് നിൽക്കുന്നത്. അപ്പോൾ വർഷങ്ങളോളം അവിടെ പാറകൾക്കിടയിൽ സംരക്ഷിക്കപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ഫോസിലുകൾ ഫോസിലുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ സസ്യങ്ങളുടെയും ജന്തുജാലങ്ങളുടെ അവശേഷിപ്പുകളാണ്. ഓക്കെ, ഇവ പാറകൾക്കിടയിലാണ്
സംരക്ഷിക്കപ്പെടുന്നത്. അതുകൊണ്ട് എന്താണ് ദീർഘകാലം അവയ്ക്ക് അവിടെ ഒരു സംരക്ഷണം ഉണ്ടാകുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തെന്ന് പറഞ്ഞു, ആദിമ മനുഷ്യരെക്കുറിച്ചുള്ള എന്താണ് നമുക്ക് ഗവേഷണം നടത്താനുള്ള പ്രധാന സ്രോതസ് എന്താണ് നമ്മുടെ ആദിമ മനുഷ്യരുടെ ഫോസിലുകൾ തന്നെയാണ്. പിന്നെ എന്താണ് ഫോസിലുകൾ എന്താണെന്ന് നമുക്ക് ചെറിയൊരു ബോക്സിൽ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനിയാണ് നമ്മൾ മെയിൻ പോയിന്റിലോട്ട് പോകുന്നത്. നമ്മൾ ഇന്ന് കാണുന്ന നമ്മുടെ ഹോമോസാപ്പിയൻസ് ഇന്ന് കാണുന്ന ബുദ്ധിയുള്ള മനുഷ്യൻ എന്ന ഒരു കാറ്റഗറിയിലേക്ക് എങ്ങനെയാണ് മനുഷ്യൻ വന്നുവെന്ന് നമുക്ക് ശരിയായ ഒരു കാഴ്ചപ്പാട് തന്ന ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയും അദ്ദേഹത്തിൻ്റെ പുസ്തകത്തെ പറ്റിയും പിന്നെ അദ്ദേഹം അവിടെ ഒരു ഫ്ലോ ചാർട്ട് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മനുഷ്യൻ ഇന്ന് കാണുന്ന രീതിയിൽ വന്നതിൻ്റെ ആ ജൈവ പ്രക്രിയയാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊരു ഫ്ലോ ചാർട്ട് തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ഈ പാഠത്തിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് പോവാം. മനുഷ്യപരിണാമം. മനുഷ്യരുടെ ഉത്ഭവത്തെക്കുറിച്ച് ശാസ്ത്രീയമായ ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ച് ചാൾസ് ഡാർവിനാണ്. ഓക്കെ, നമുക്കറിയാം പരിണാമം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ചാൾസ് ഡാർവിൻ നമുക്കറിയാം എന്നുള്ളതാണ് ബേസ് ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ അദ്ദേഹമാണ് ഒരു ശാസ്ത്രീയമായ കാഴ്ചപ്പാട് മനുഷ്യ പരിണാമത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ച ആദ്യ വ്യക്തിയാണ് ചാൾസ് ഡാർവിൻ. ഓക്കെ, ദീർഘകാലം കൊണ്ട് സംഭവിച്ച ജൈവിക മാറ്റത്തിലൂടെയാണ് മനുഷ്യരുടെ ഉത്ഭവമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അപ്പോൾ വർഷങ്ങളോടെടുത്ത് ഒരു ജൈവ പ്രക്രിയയിലൂടെയാണ് ജൈവ മാറ്റത്തിലൂടെയാണ് ഇന്ന് കാണുന്ന മനുഷ്യനായെന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. ഓക്കെ, ഈ പ്രക്രിയയ്ക്ക് അദ്ദേഹം പരിണാമം എന്ന പേര് നൽകി. സെറ്റാണ്. അടുത്ത നമ്മൾ ഇമ്പോർട്ടൻ്റ് പോയിന്റ് 1859 അദ്ദേഹം പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകമുണ്ട്. ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷ്യസ്. ഓക്കെ, അപ്പോൾ 1859 വർഷം ഓർത്ത് വെച്ചോ. 1859 അദ്ദേഹം പ്രസിദ്ധീകരിച്ചൊരു പുസ്തകമാണ് ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷ്യസ് എന്ന ഗ്രന്ഥത്തിലാണ് അദ്ദേഹം മനുഷ്യ പരിണാമ സിദ്ധാന്തത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് മനുഷ്യ പരിണാമം. അപ്പോൾ നമ്മൾ 3 പോയിന്റേ പറഞ്ഞുള്ളൂ. മനുഷ്യ പരിണാമത്തെക്കുറിച്ചുള്ള ഒരു ശാസ്ത്രീയമായ ഒരു കാഴ്ചപ്പാട്, വ്യക്തമായ ഒരു കാഴ്ചപ്പാട് നമുക്ക് നൽകിയാരാണ് ചാൾസ് ഡാർവിൻ. സെറ്റാണ്. അടുത്ത നൽകിയത് അദ്ദേഹം പറഞ്ഞ ദീർഘകാലം എടുത്തൊരു ജൈവികമായൊരു മാറ്റത്തിലൂടെയാണ് ഇന്ന് കാണുന്ന ആധുനിക മനുഷ്യൻ ഉണ്ടായതെന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. ഓക്കെ, ഇതെല്ലാം അദ്ദേഹം ഏതിലൂടെയാണ് നമുക്ക് പറഞ്ഞു തന്നത്? അദ്ദേഹത്തിൻ്റെ 1859 അദ്ദേഹം പ്രസിദ്ധീകരിച്ച ഏത് പുസ്തകം? ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷ്യസ്. ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷ്യസ് എന്ന പുസ്തകത്തിലാണ് അദ്ദേഹം മനുഷ്യ പരിണാമത്തെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ നമുക്ക് നൽകിയിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഇവിടെ നമുക്ക് ഈ സ്ലൈഡ് നമുക്ക് സെറ്റാണ്. നമുക്ക് അടുത്തിലോട്ട് പോകാം. ഓക്കെ, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കുറച്ച് പോയിൻ്റാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കാരണം PSC നമ്മളെ സ്കൂൾ ടെസ്റ്റിൽ ബോക്സിൽ കൊടുത്തിട്ടുള്ള കാര്യമാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, എന്നാണ് അദ്ദേഹം ജനിച്ചത്? ഇത് അവിടെ നൽകിയിട്ടുണ്ട്. 1809 ഫെബ്രുവരി 12. ഓക്കെ, അദ്ദേഹം പുസ്തകം പ്രസിദ്ധീകരിച്ചത് 1859. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ബുക്ക് എന്താണ്? അദ്ദേഹത്തിൻ്റെ ബുക്ക് 1859 അദ്ദേഹം പുസ്തകം പ്രസിദ്ധീകരിച്ചത്. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ജനിച്ച വർഷം മാസം ഡേറ്റ് എക്സാക്റ്റ് നൽകിയിട്ടുണ്ട്. 1809 ഫെബ്രുവരി 12. 1809 ഫെബ്രുവരി 12. ഓക്കെ, ഇംഗ്ലണ്ടിലാണ് അദ്ദേഹം ജനിച്ചത്. ഭൂമിയിൽ ജീവന്റെ ഉത്ഭവത്തിലേക്കും ജീവജാലങ്ങളുടെ വൈവിധ്യത്തിലേക്കും നയിച്ച പ്രക്രിയകൾ മനസ്സിലാക്കാൻ സഹായിച്ച പ്രകൃതി ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം. നമ്മൾ പറഞ്ഞു ഇന്നത്തെ നമ്മുടെ പരിണാമ സിദ്ധാന്തത്തെക്കുറിച്ച് നമുക്ക് വ്യക്തമായൊരു ധാരണ ഉണ്ടാക്കി തന്നത് അദ്ദേഹമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. ഓക്കെ, അടുത്തിലോട്ട് പോവാം. എല്ലാ ജീവജാലങ്ങളും പരിണമിച്ച് രൂപപ്പെട്ടതാണെന്നും ഓരോ ജീവിവർഗവും ഇന്നത്തെ രൂപത്തിലെത്താൻ അനേകം വർഷങ്ങളെടുത്തു. ഓക്കെ, നേരത്തെ നമ്മൾ പറഞ്ഞു വർഷങ്ങളോടെടുത്തുള്ള ജൈവിക മാറ്റത്തിലൂടെയാണ് ഇന്ന് കാണുന്ന ആധുനിക മനുഷ്യൻ ഉണ്ടായെന്ന് അദ്ദേഹം പറഞ്ഞു. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഓരോ ജീവിവർഗവും ഇന്നത്തെ രൂപത്തിൽ, അതായത് നാം ഇന്ന് കാണുന്ന രൂപത്തിൽ എത്താൻ അനേകം വർഷങ്ങളെടുത്തു എന്നും ചാൾസ് ഡാർവിൻ തൻ്റെ പരിണാമ സിദ്ധാന്തത്തിലൂടെ വിശദീകരിച്ചു. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കേണ്ടത്? ഈ ഒരു പോയിന്റാണ് നമ്മൾ നോക്കേണ്ടത്. അദ്ദേഹത്തിന് ജനിച്ച മാസം, ഡേറ്റും സ്ഥലം. എവിടെയാണ് ജനിച്ചത്? ഇംഗ്ലണ്ടിലാണ് ജനിച്ചത്. വർഷം ഏതാണ്? 1809. 1809 1809. അപ്പോൾ 1809 എവിടെ? ഫെബ്രുവരി 12 ഇംഗ്ലണ്ടിലാണ് അദ്ദേഹം ജനിച്ചത്. ആ പുസ്തകത്തിൻ്റെ പേര് ഓർത്ത് വെച്ചോളാം. ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷ്യസ്. ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷ്യസ് 1859 ആ പുസ്തകം പ്രസിദ്ധീകരിച്ചത്. ഓക്കെ, അപ്പോൾ ഇതുവരെ പറഞ്ഞ സെറ്റാണല്ലോ ചാൾസ് ഡാർവിൻ്റെ. അടുത്ത് നമ്മൾ പോകുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു അദ്ദേഹം ഈ പരിണാമ സിദ്ധാന്തത്തിലൂടെ അദ്ദേഹം ഒരു ഫ്ലോ ചാർട്ട്, അതായത് ഇന്ന് കാണുന്ന ഹോമോസാപ്പിയൻസ് ബുദ്ധിയുള്ള ആധുനിക മനുഷ്യനിലേക്ക് എത്തിയ ഒരു ഫ്ലോ ചാർട്ട് അദ്ദേഹം രൂപപ്പെടുത്തിയിട്ടുണ്ട്. അത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്കൂൾ ടെസ്റ്റിൽ അതേപടി തന്നെ അത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് പോകാം. ഇതാണ്. ഇത് നിങ്ങൾ കാണാതെ പഠിച്ചോളണം ഈ ഓർഡർ. കാരണം വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിതിൽ പഠിക്കുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. നമുക്ക് നോക്കാം. ആദ്യത്തെ പ്രൈമേറ്റുകൾ, അതായത് സസ്തനികളിൽ ഒരു വിഭാഗമാണ് പ്രൈമേറ്റുകൾ. അപ്പോൾ ആദ്യത്തെ പ്രൈമേറ്റുകൾ. അതെന്താണ്? സസ്തനികളിൽ ഒരു വിഭാഗമാണ്. അടുത്ത
ഹോമിനോയിഡുകൾ. എന്താണ് ഹോമിനോയിഡുകൾ? എന്താണ് 4 കാലിൽ നടന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം പ്രൈമേറ്റുകൾ. ആദ്യം എന്താണ്ട പ്രൈമേറ്റുകൾ. പ്രൈമേറ്റുകൾ എന്താണ് സസ്തനികളുടെ ഒരു വിഭാഗമാണ് പ്രൈമേറ്റുകൾ. സെറ്റാണ്. പ്രൈമേറ്റ് സസ്തനി, പ്രൈമേറ്റ് സസ്തനി. ആദ്യഘട്ടം പ്രൈമേറ്റ് സസ്തനി. അടുത്ത എന്താണ് ഹോമിനോയിഡുകൾ. എന്താണ് ഹോമിനോയിഡുകൾ? ഹോമിനോയിഡുകൾ എന്താണ് 4 കാലിൽ നടക്കുന്നവയാണ്. അപ്പോൾ ഹോമിനോയിഡുകൾ എന്ന് പറയുമ്പോൾ 4 കാലിലുള്ള നടത്തം. ഓക്കെ, അപ്പോൾ ഹോമിനോയിഡിന് അടുത്ത എന്താണ് ഹോമിനിഡുകൾ. അതാണ് ഹോമിനിഡുകൾ. അപ്പോൾ എന്താണ് പ്രൈമേറ്റുകൾ എന്താണ് സസ്തനികളുടെ വിഭാഗമാണ് പ്രൈമേറ്റുകൾ. ഒന്നാമത്തെ സെറ്റാണ്. അടുത്ത എന്താണ് ഹോമിനോയിഡുകൾ 2 കാലിൽ നടത്തം. ഹോമിനോയിഡുകൾ 2 കാലിൽ നടത്തം. അടുത്ത എന്താണ് ഇരുകാലിലുള്ള നടത്തം. അതെന്താണ് ഹോമിനിഡുകൾ. എന്താണ് ഹോമിനിഡുകൾ. അപ്പോൾ ഹോമിനോയിഡ് 4 ആണെങ്കിൽ ഹോമിനിഡ് 2 കാല്. ഓക്കെ, അപ്പോൾ നമ്മൾ ഹോമിനിഡ് എന്താണ് 2 കാലെന്ന് പറഞ്ഞു. അവിടെ നിന്നാണ് അവയെ 2ആയി വിഭജിച്ചിരിക്കുന്നു. എന്താണ് ആസ്ട്രലോപിത്തക്കേസും ഹോമോയും. ഓക്കെ, ആസ്ട്രലോപിത്തക്കേസും ഹോമോയും. ഹോമോയിലാണ് നമ്മൾ ഉൾപ്പെടുന്നത്. ഓക്കെ, ഹോമോയിലാണ് നമ്മൾ ഉൾപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയാം. പ്രൈമേറ്റുകൾ എന്താണ് സസ്തനികളിൽ ഒരു വിഭാഗമാണ് പ്രൈമേറ്റുകൾ. അത് കഴിഞ്ഞ് അടുത്ത് വരുന്നത് എന്താണ് ഹോമിനോയിഡുകൾ. എന്താണ് ഹോമിനോയിഡുകൾ. ഹോമിനോയിഡുകൾ എന്താണ് 4 കാലിൽ നടത്തമാണ് ഹോമിനോയിഡുകൾ. ഹോമിനിഡുകൾ എന്താണ് ഹോമിനിഡുകൾ തിരിഞ്ഞു വരും. ഹോമിനോയിഡ് 4, നോയിഡ് 4, എന്നാൽ ഹോമിനിഡ് 2. ഹോമിനിഡ് 2ആണ്. ഓക്കെ, അപ്പോൾ ഹോമിനിഡിന് എന്താണ് വീണ്ടും 2ആയി വിഭജിച്ചിരിക്കുന്നു. ഹോമോയും ആസ്ട്രലോപിത്തക്കേസും. ഓക്കെ, ഹോമോയും ആസ്ട്രലോപിത്തക്കേസും. ഓക്കെ, വീണ്ടും എന്താണ് നമ്മുടെ ഹോമോ എന്താണ് വീണ്ടും 3ആയി വിഭജനം അവിടെ നടക്കുകയാണ്. ആ 3 നമുക്ക് നോക്കാം. എന്താണ് ഹോമോ ഹാബിലസ്. എന്താണ് ഹോമോ ഹാബിലസ്. എന്താണ് ഹോമോ ഹാബിലസ്. ഹോമോ ഹാബിലസ് എന്താണ് ഉപകരണ നിർമ്മാതാക്കളാണ് ഹോമോ ഹാബിലസ്. അടുത്ത എന്താണ് ഹോമോ ഇറക്ടസ്. ഹോമോ ഇറക്ടസ്. ഹോമോ ഇറക്ടസ് എന്താണ് നിവർന്നു നിൽക്കുന്ന മനുഷ്യൻ. അടുത്തതാ നമ്മളിതാ ഹോമോ സാപ്പിയൻസ് ബുദ്ധിയുള്ള മനുഷ്യർ. ഓക്കെ, അപ്പോൾ ഹോമോയെ 3ആയി തരംതിരിച്ചിരിക്കുന്നു. ഹോമോ ഹാബിലസ്. ഹോമോ ഹാബിലസ്. ഹോമോ ഹാബിലസ് എന്താണ് ഉപകരണ നിർമ്മാതാക്കൾ. ഹോമോ ഹാബിലസ് ഉപകരണ നിർമ്മാതാക്കൾ. അടുത്ത എന്താണ് ഹോമോ ഇറക്ടസ്. എന്താണ് ഹോമോ ഇറക്ടസ് നിവർന്നു നിൽക്കുന്ന മനുഷ്യർ. ഓക്കെ, ഹോമോ ഇറക്ടസ് എന്താണ് നിവർന്നു നിൽക്കുന്ന മനുഷ്യർ. അടുത്ത എന്താണ് ഹോമോ സാപ്പിയൻസ്. എന്താണ് ബുദ്ധിയുള്ള മനുഷ്യർ. ഹോമോ സാപ്പിയൻസ് ബുദ്ധിയുള്ള മനുഷ്യർ. ഓക്കെ, ഹോമോയുടെ ഉപവിഭാഗങ്ങളാണ് ഹോമോ ഹാബിലസ്, ഹോമോ ഇറക്ടസ്, ഹോമോ സാപ്പിയൻസ് എന്നിവയെന്ന് ഫ്ലോ ചാർട്ടിൽ നിങ്ങൾ കണ്ടല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഹോമോ എന്താണ് 3ആയി തരംതിരിച്ചിരിക്കുന്നു. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതാണ് കേട്ടോ. ഈ ഫ്ലോ ചാർട്ടിൽ ഏതാണ് ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ ഈ ഒരു പാർട്ടാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ ഹോമോയെ 3ആയി തരംതിരിച്ചിരിക്കുന്നു. ഹോമോ എന്താണ് ഹോമോ ഹാബിലസ്. ഹോമോ ഹാബിലസ് എന്താണ് ഉപകരണ നിർമ്മാതാക്കളെയാണ് ഹോമോ ഹാബിലസ് എന്ന് പറയുന്നത്. ഹോമോ ഇറക്ടസ് എന്താണ് നിവർന്ന് നിൽക്കുന്ന മനുഷ്യർ. ഹോമോ ഇറക്ടസ് എന്താണ് നിവർന്ന് നിൽക്കുന്ന മനുഷ്യർ. ഹോമോ സാപ്പിയൻസ് എന്താണ് നമ്മൾ ഇന്ന് കാണുന്ന എന്താണ് ബുദ്ധിയുള്ള മനുഷ്യരായി നമ്മൾ വരുന്നതാണ് ഹോമോ സാപ്പിയൻസ്. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മളിപ്പോൾ എന്താണ് ചാൾസ് ഡാർവിൻ അദ്ദേഹത്തിൻ്റെ പരിണാമ സിദ്ധാന്തത്തിലൂടെ മുന്നോട്ട് വെച്ച എന്താണ് ആ ഒരു ഫ്ലോ ചാർട്ടാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ ഒന്നുകൂടെ പറയാം. പ്രൈമേറ്റുകൾ എന്താണ് സസ്തനികളുടെ വിഭാഗമാണ് പ്രൈമേറ്റുകൾ. ഓക്കെ, അത് കഴിഞ്ഞ് അടുത്ത് വരുന്ന എന്താണ് ഹോമോനോയിഡുകൾ. ഹോമോനോയിഡുകൾ എന്താണ് 4 കാലിലുള്ള നടത്തമാണ് ഹോമിനോയിഡുകൾ. ഹോമിനോയിഡുകൾ. അടുത്ത എന്താണ് ഹോമിനിഡുകൾ. അപ്പോൾ ഹോമിനോയിഡുകൾ 4 ആണെങ്കിൽ ഹോമിനിഡാണെങ്കിൽ 2 കാലിലുള്ള നടത്തമാണ്. ഓക്കെ, അപ്പോൾ ഹോമിനിഡിനെ വീണ്ടും എന്തായിട്ട് തരംതിരിച്ചിരിക്കുന്നു ഹോമോയും ആസ്ട്രലോപിത്തക്കേസും. എന്താണ് ഹോമോയും ആസ്ട്രലോപിത്തക്കേസുമായിട്ട്. ഓക്കെ, ഹോമോ എന്താണ് നമ്മുടെ ഹോമോ സാപ്പിയൻസ് ബുദ്ധിയുള്ള മനുഷ്യരെന്നും ഹോമോ ഇറക്ടസ് എന്ന നിവർന്നു നിൽക്കുന്ന മനുഷ്യനും ഹോമോ ഇറക്ടസ് എന്ന നിവർന്നു നിൽക്കുന്ന മനുഷ്യനെന്നും ഹോമോ ഹാബിലസ് എന്താണ് ഉപകരണ നിർമ്മാതാക്കളെ ഹോമോ ഹാബിലസ് എന്നും പറയുന്നു. ഓക്കെ, അപ്പോൾ ഈ ഫ്ലോ ചാർട്ട് സെറ്റാണ്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഫ്ലോ ചാർട്ട്. ഓക്കെ, ഈ ഫ്ലോ ചാർട്ട് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അടുത്തതിലോട്ട് പോവാം. അപ്പോൾ നമ്മളെന്താണ് പരിണാമ സിദ്ധാന്തത്തിൽ അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്ന എന്താണ് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി. അടുത്ത് നമ്മൾ എന്താണ് നോക്കാൻ പോകുന്നത് ആദിമ മനുഷ്യരുടെ ജീവിത രീതികളെ പറ്റിയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം എന്താണ് ആദിമ മനുഷ്യർ എന്താണ് കാട്ടിലാണ് താമസിച്ചിരുന്നതെന്നൊക്കെ നമ്മൾ എന്താണ് കുഞ്ഞു ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അത് അവർ വനങ്ങളിലാണ് താമസിച്ചിരുന്നത്. എന്താണ് അവിടെ ഗുഹകളിലൊക്കെയാണ് അവർ താമസിച്ചിരുന്നത്. അവിടുത്തെ മൃഗങ്ങളെ വേട്ടയാടിയും എന്താണ് വനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന കായ്കനികൾ ഭക്ഷിച്ചുമാണ് അവർ ജീവിച്ചിരുന്നത്. ഓക്കെ, അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. എന്താണ് ആദിമ മനുഷ്യർ വനാന്തരങ്ങളിലാണ് താമസിച്ചിരുന്നത്. ഓക്കെ, കായ്കനികൾ ശേഖരിച്ചും മൃഗങ്ങളെ വേട്ടയാടിയും അവരുടെ മാംസം ഭക്ഷിച്ചാണ് അവർ കഴിഞ്ഞിരുന്നത്. ഓക്കെ, ചുറ്റുപാടിൽ നിന്നും ലഭിച്ചതാ അടുത്ത നമ്മൾ അടുത്ത പോയിന്റിലോട്ട് നമ്മൾ പോവുകയാണ്. എന്താണ്ടാ ചുറ്റുപാടിൽ നിന്ന് ലഭിച്ച പരുക്കൻ കല്ലുകളാണ് അവർ ആയുധമായി ഉപയോഗിച്ചിരുന്നത്. അതായത് അവർ വേട്ടയാടുന്നതിനും മറ്റും എന്താണ് അവർ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങൾ എന്താണ് അവർക്ക് ചുറ്റും കാണുന്ന എന്താണ് കല്ലുകൾ പരുക്കൻ കല്ലുകൾ ഉപയോഗിച്ചുണ്ടാക്കിയ എന്താണ് ആയുധങ്ങളാണ് അവിടെ ഉപയോഗിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ശിലായുഗം എന്നുള്ളൊരു പാർട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ എന്താണ് ശിലായുഗം എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ശിലകൾ ആയുധമായി ഉപയോഗിച്ചിരുന്നതിനാൽ ഈ കാലഘട്ടത്തിൽ ശിലായുഗം എന്ന് പറയുന്നത് അതിൽ തന്നെ കിട്ടും, പേര് തന്നെ കിട്ടും. അപ്പോൾ എന്താണ് ശിലായുഗം എന്ന് പറഞ്ഞാൽ എന്താണ്ടാ ശിലായുഗം എന്താണ് ശിലകൾ ഉപയോഗിച്ചുള്ള ആയുധങ്ങളാണ് അവർ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ശിലകൾ കൊണ്ടുള്ള ആയുധങ്ങൾ അതായത് കല്ലുകൾ കൊണ്ടുള്ള ആയുധങ്ങളാണ് അവർ ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് ആ കാലഘട്ടത്തിൽ എന്താണ് ശിലായുഗം എന്ന് വിളിച്ചിരിക്കുന്നു.
ക്ലിയർ സാധനം? ഓക്കെ, നിങ്ങൾക്ക് കിട്ടും. ശിലായുഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ശിലകൾ കൊണ്ടുണ്ടാക്കിയ ആയുധങ്ങൾ നിർമ്മിക്കുന്നു ആ കാലഘട്ടത്തിൽ. അപ്പോൾ ആ കാലഘട്ടത്തെ എന്തെന്ന് പറയുന്നു? ശിലായുഗം. അവിടെ വീണ്ടും ഇവിടെ ഒരു തരംതിരിവ് വരികയാണ്. ശിലായുഗത്തെ 3 തരംതിരിക്കുന്നു. അപ്പോൾ ശിലായുഗത്തെ എത്രയായി തരംതിരിക്കുന്നു? 3 തരംതിരിക്കുന്നു. നിങ്ങൾക്കറിയാം, ഒന്ന് പ്രാചീന ശിലായുഗം, ഒന്നെന്താണ് പ്രാചീന ശിലായുഗം, രണ്ടെന്താണ് മധ്യശിലായുഗം. ഓക്കെ, അപ്പോൾ ശിലായുഗത്തെ 3 തരംതിരിക്കുന്നു. ഒന്ന് പ്രാചീന ശിലായുഗം, രണ്ടെന്താണ് മധ്യശിലായുഗം, 3 നവീന ശിലായുഗം. ഓക്കെ, അപ്പോൾ 3 നമുക്ക് കിട്ടും. എന്താണ്? പ്രാചീന, മധ്യം, നവീനം. ഓക്കെ, അപ്പോൾ ശിലായുഗത്തെ എന്താണ്? പ്രാചീന, മധ്യം, നവീനം. ഓക്കെ, അപ്പോൾ ശിലായുഗം എന്താണ്? ശിലകൾ കൊണ്ട് ഉപയോഗിച്ച ആയുധങ്ങളാണ് ആ കാലഘട്ടത്തിൽ മനുഷ്യർ ഉപയോഗിച്ചിരുന്നത്, അതായത് നമ്മുടെ ആദിമ മനുഷ്യർ ഉപയോഗിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ ശിലായുഗം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ശിലായുഗത്തെ എന്താണ്? 3 തരംതിരിക്കുന്നു എന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്? പ്രാചീനം, മധ്യം, നവീനം. എന്താണ്? പ്രാചീന, മധ്യം, നവീനം. ഓക്കെ, സെറ്റാണല്ലോ. അപ്പോൾ ശിലായുഗം എന്താണെന്ന് മനസ്സിലാക്കിയല്ലോ. അപ്പോൾ നമ്മൾ എന്താണ് ഈ 3 കാലഘട്ടത്തിലും അവരെന്തൊക്കെ ചെയ്തിരുന്നു? അപ്പോൾ കൃഷി ഏത് കാലഘട്ടത്തിലാണ് ആരംഭിച്ചത്? പ്രാചീന കാലഘട്ടത്തിൽ പരുക്കൻ കല്ലുകളാണെന്ന് പറഞ്ഞു. ആ പരുക്കൻ കല്ലുകളിൽ നിന്നാണ് അവർ മാറ്റം കൊണ്ടുവരുന്നത്. അവർ ആയുധങ്ങളിൽ മാറ്റം വരികയാണ്. അപ്പോൾ നവീന ശിലായുഗത്തിൽ എത്തുമ്പോൾ അവരുടെ ആയുധങ്ങളൊക്കെ ഒരുപാട് മാറുന്നു, അവരുടെ ജീവിത രീതി തന്നെ മാറുകയുണ്ടായി. ഓക്കെ, അപ്പോൾ അവർ കൃഷിയിലോട്ടൊക്കെ വരുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒന്നാമത് എന്താണ് നൽകുന്നത്? പ്രാചീന ശിലായുഗത്തിൽ അവരുടെ ജീവിത രീതി എന്താണെന്നാണ് പറയുന്നത്. അടുത്ത എന്താണ്? മധ്യശിലായുഗത്തിൽ അവരുടെ ജീവിത രീതി പറയുന്നു. അടുത്ത എന്താണ്? നവീന ശിലായുഗത്തിൽ അവരുടെ ജീവിത രീതിയാണ് പറയുന്നത്. അപ്പോൾ നമുക്കെന്താണ്? പ്രാചീന ശിലായുഗത്തിലെ അവരുടെ ജീവിത രീതിയാണ് നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്. ഓക്കെ, ഒന്നാമത്തെ എന്താണ്? പ്രാചീന ശിലായുഗം. എന്താണ്? ശിലായുഗത്തിലെ ആദ്യ ഘട്ടമാണ് പ്രാചീന ശിലായുഗം. അപ്പോൾ എന്താണ് പ്രാചീന ശിലായുഗം? നമുക്ക് ഫസ്റ്റത്തെ പോയിന്റ് എന്താണ്? നിങ്ങൾക്ക് കിട്ടാവുന്നത് തന്നെയാണ്. എന്താണ്? ആദ്യഘട്ടം. അപ്പോൾ ശിലായുഗത്തിലെ ആദ്യഘട്ടമാണ് പ്രാചീന ശിലായുഗം. അടുത്ത എന്താണ്ട? ഞാൻ നേരത്തെ പറഞ്ഞു, പരുക്കൻ കല്ലുകളാണ് ഇവിടെ ഉപയോഗിച്ചിരുന്നത്. എന്താണ്? പരുക്കൻ കല്ലുകളാണ് ഇവിടെ ഉപയോഗിച്ചിരുന്നത്. എന്താണ്? ഉപകരണങ്ങളായിട്ട് ഉപയോഗിച്ചിരുന്നത്. എന്താണ്? വേട്ടയാടാനും മറ്റും എന്താണ്? പരുക്കൻ കല്ലുകളാണ് അവരുടെ ഉപയോഗിച്ചിരുന്നത്. അടുത്ത എന്താണ്? ശേഖരണവും വേട്ടയാടലുമാണ് ഉപജീവന മാർഗം. എന്താണ്? അവിടുത്തെ കാട്ടിൽ നിന്ന് ലഭിക്കുന്ന കായ്കനികൾ എന്താണ്? അവർ ശേഖരിച്ച് അത് കഴിക്കുകയും പിന്നെ എന്താണ്? മൃഗങ്ങളെ വേട്ടയാടി ഭക്ഷിച്ചാണ് അവർ പ്രാചീന ശിലായുഗത്തിൽ ജീവിച്ചിരുന്നത്. അപ്പോൾ പ്രാചീന ശിലായുഗം നമുക്ക് കിട്ടി. എന്താണ്? നമ്മുടെ ശിലായുഗത്തിലെ ആദ്യ ഘട്ടമാണ് പ്രാചീന ശിലായുഗം. ഓക്കെ ആണല്ലോ. അടുത്ത എന്താണ്? പരുക്കൻ കല്ലുകൾ ആയുധങ്ങളാക്കി. പരുക്കൻ കല്ലുകൾ ആയുധങ്ങളാക്കി. അടുത്ത എന്താണ്? അവർ ശേഖരണവും വേട്ടയാടലുമാണ് അവർ ഉപജീവന മാർഗം. അവർ ഉപജീവന മാർഗം എന്താണ്? ശേഖരണവും വേട്ടയാടലും. കായ്കനികളും മറ്റും എന്താണ്? ശേഖരിക്കുകയും പിന്നെ മൃഗങ്ങളെ വേട്ടയാടുക. 3 പോയിന്റ് സെറ്റാണ്. സിമ്പിൾ പോയിന്റാണ് പറഞ്ഞത് പ്രാചീന ശിലായുഗത്തിൻ്റെ. അടുത്ത എന്താണ്? മധ്യശിലായുഗത്തിൻ്റെ 3 പോയിന്റ് പറയാം. എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, പരുക്കൻ കല്ലുകളാണ് പ്രാചീന ശിലായുഗത്തിൽ അവർ ഉപയോഗിച്ചിരുന്നത് നമ്മൾ പറഞ്ഞു. എന്നാൽ മധ്യശിലായുഗത്തിൽ എന്താണ്ട? ഒരു സൂക്ഷ്മമായ ശിലാപകരണങ്ങൾ ഉപയോഗിച്ചു. മറ്റെന്താണ്? അവർ എങ്ങനെയാണ് അവർക്ക് കല്ലുകൾ ലഭിക്കുന്നത് അതേപടി തന്നെയാണ് അവർ ആയുധങ്ങളായി ഉപയോഗിച്ചിരുന്നത്. എന്നാൽ മധ്യശിലായുഗത്തിൽ എന്താണ്? അവർക്ക് തേച്ച് മിനുക്കി എന്താണ്? അവർക്ക് പ്രത്യേക ആകൃതികളൊക്കെ അവർ വരാൻ എന്നുള്ള ശ്രമങ്ങൾ തുടങ്ങി. എന്താണ്? മധ്യശിലായുഗത്തിൽ. ഓക്കെ, അവരെന്താ തേച്ച് മിനുക്കിയൊക്കെ തുടങ്ങി. ഓക്കെ, അവർ എന്താണ്? പരുക്കൻ കല്ലുകളെന്ന രീതിയിൽ കിട്ടുന്ന അവർക്ക് എങ്ങനെയാണ് വനത്തിൽ നിന്ന് ലഭിക്കുന്നത് ആ ഒരു രീതിയിൽ ഉപയോഗിച്ച് ആ കല്ലുകൾ അതേപടിയാണ് അവരെന്താണ്? പ്രാചീന ശിലായുഗത്തിൽ ആയുധങ്ങളായി ഉപയോഗിച്ചിരുന്നത്. എന്നാൽ മധ്യശിലായുഗത്തിൽ വരുമ്പോൾ എന്താണ്? അവയ്ക്ക് എന്താണ്? രൂപമാറ്റം വരുത്താൻ ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, സൂക്ഷ്മമായ ശിലാപകരണങ്ങൾ ഉപയോഗിച്ചു. ഓക്കെ, അടുത്ത എന്താണ്? അവരെന്താണ്? ഭക്ഷ്യയോഗ്യമായ പുല്ലിനങ്ങളും മത്സ്യങ്ങളും ഭക്ഷണമാക്കാൻ തുടങ്ങി. അവരവിടെ എന്താണ്? രണ്ടാമത്തെ ഘട്ടത്തിൽ വരുമ്പോൾ മധ്യശിലായുഗത്തിൽ വരുമ്പോൾ എന്താണ്? ഭക്ഷ്യയോഗ്യമായ പുല്ലുകൾ. ഓക്കെ, അപ്പോൾ അവർക്ക് ചുറ്റുമുള്ള എന്താണ്? പുല്ലുകളിൽ എന്താണ്? അല്ലെങ്കിൽ സസ്യജാലങ്ങളിൽ എന്താണ്? അവർക്ക് ഭക്ഷിക്കാൻ കഴിയുന്നതൊക്കെ തിരിച്ചറിഞ്ഞ് പിന്നെന്താണ്? മത്സ്യം എന്താണ്? അവർ നദികളിലും കുളങ്ങളിൽ നിന്നൊക്കെ എന്താണ്? മത്സ്യബന്ധനവും അവർ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അടുത്ത എന്താണ്? അവർ മൃഗത്തോലുകളും മരത്തോലുകളും എന്താണ്? ഇലകളും വസ്ത്രങ്ങളാക്കി മാറ്റി. അപ്പോൾ എന്താണ്? മൃഗത്തോലും നമ്മുടെ മരങ്ങളുടെ തോലും ഇലകൾ ഉപയോഗിച്ച് എന്താണ്? അവർ വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മധ്യശിലായുഗത്തിൽ എന്താണ്? നമ്മുടെ ആയുധങ്ങൾ എന്താണ്? മിനുസമായ ആയുധങ്ങൾ എന്താണ്? അതായത് മിനുസമായ ശിലാ ഉപകരണങ്ങൾ ആയുധങ്ങളായി ഉപയോഗിച്ചു. പിന്നെന്ത് പറഞ്ഞു? പിന്നെന്താണ്? ഭക്ഷ്യയോഗ്യമായ പുല്ലുകളൊക്കെ അവർ കണ്ടെത്തി അത് ഭക്ഷിക്കാൻ തുടങ്ങി. മത്സ്യബന്ധനം അവർ തുടങ്ങി. ഏതാണ്? മധ്യശിലായുഗത്തിൽ. പിന്നെ എന്ത് പറഞ്ഞു? മൃഗത്തോലും മരത്തോലും ഇലകളും വസ്ത്രങ്ങളാക്കി. അപ്പോൾ എന്താണ്? അവർ മൃഗത്തോലും മൃഗങ്ങളുടെ തോലും ഇലകളും പിന്നെ മരങ്ങളുടെ തോലും എന്താണ്? അവർ വസ്ത്രങ്ങളായിട്ട് ഉപയോഗിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. ഏതാണ്? മധ്യശിലായുഗത്തിൽ. അടുത്ത എന്താണ്? നവീന ശിലായുഗം. എന്താണ്? നവീന ശിലായുഗം. നവീന ശിലായുഗത്തിൽ എന്താണ്? ഒരു ഒന്നാമത്തെ പോയിന്റ് എന്താണ്? നമ്മൾ പഠിച്ചു വയ്ക്കേണ്ട ഏറ്റവും വലിയ പോയിന്റാണ് കൃഷി ആരംഭിച്ചു. അപ്പോൾ എന്താണ്? നവീന ശിലായുഗത്തിൽ എന്താണ്? കൃഷി ആരംഭിച്ചു. അപ്പോൾ മനുഷ്യർ കൃഷി ആരംഭിച്ച ഏത് ശിലായുഗത്തിലെന്ന് ചോദിച്ചാൽ എന്താണ്? നവീന ശിലായുഗം. അപ്പോൾ കൃഷി ഏത് ശിലായുഗത്തിലാണ്? നവീന ശിലായുഗം. പഠിക്കേണ്ട ഒന്നാമത്തെ പോയിന്റ്. അടുത്ത നമ്മൾ ഇമ്പോർട്ടൻ്റ് പോയിന്റ് ചക്രങ്ങൾ കണ്ടുപിടിച്ചു. എന്താണ്? ചക്രങ്ങൾ കണ്ടുപിടിച്ചു. അടുത്ത എന്താണ്ട? മൺപാത്ര നിർമ്മാണം ആരംഭിച്ചു. ഓക്കെ, ഇതാ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നവീന ശിലായുഗത്തിൽ എന്താണ്? കൃഷി ആരംഭിച്ചു. നവീന ശിലായുഗത്തിൽ എന്താണ്? കൃഷി ആരംഭിച്ചു. പിന്നെന്താണ്? ചക്രങ്ങൾ അവർ കണ്ടുപിടിച്ചു. പിന്നെന്ത്? മൺപാത്ര നിർമ്മാണം. അപ്പോൾ 3 പോയിന്റ്. നവീന ശിലായുഗം. 1 കൃഷി, 2 എന്താണ്? മൺപാത്ര നിർമ്മാണം, 3 എന്താണ്?
ചക്രങ്ങൾ കണ്ടുപിടിച്ചു. അടുത്ത പോയിന്റാണ് പറയുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് നമ്മുടെ പ്രാചീന ശിലായുഗത്തിൽ പരുക്കൻ കല്ലുകളെന്ന് പറഞ്ഞു. മധ്യശിലായുഗത്തിൽ എന്താണ് അത് മിനുസമായ ഉപകരണങ്ങളാണ്, മിനുസമായ ശിലാ ഉപകരണങ്ങൾ ആയുധങ്ങളായി ഉപയോഗിച്ചു. എന്നാൽ നവീന ശിലായുഗത്തിൽ വരുമ്പോൾ എന്താണ് അവരെന്താണ് ആയുധങ്ങൾ എന്താണ് പൂർണ്ണമായി അവരുടെ ഓരോ ഉപയോഗത്തിനനുസരിച്ച് എന്താണ് ഈ കല്ലുകളെ തേച്ച് മിനുക്കി അവർക്ക് എന്താണ് ഉപയോഗം ആ ഉപയോഗത്തിനനുസരിച്ചുള്ള ആയുധങ്ങളാക്കി ഉപയോഗിച്ചു. അപ്പോൾ എന്താണ് കൂടുതൽ പരിഷ്കരിക്കപ്പെട്ടതും മിനുസമുള്ളതുമായ കല്ലുകൾ അവർ ഉപയോഗിച്ചു നവീന ശിലായുഗത്തിൽ. ഓക്കെ, അപ്പോൾ നവീന ശിലായുഗത്തിൽ നമ്മൾ കുറച്ച് പോയിന്റ് പഠിച്ചു. എന്താണ് കൃഷി ആരംഭിച്ചു, വെരി വെരി ഇമ്പോർട്ടൻറ്റ് ആദ്യത്തെ പോയിന്റ്. പിന്നെ എന്താണ് ചക്രങ്ങൾ കണ്ടുപിടിച്ചു. പിന്നെ എന്താണ് മൺപാത്ര നിർമ്മാണം ആരംഭിച്ചു. പിന്നെ എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ആയുധങ്ങൾ എന്താണ് കൂടുതൽ മിനുസവും എന്താണ് പരിഷ്കരിച്ച ആയുധങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയത് നവീന ശിലായുഗത്തിലാണ്. അപ്പോൾ 3 ശിലായുഗം സെറ്റാണ്. അപ്പോൾ എന്താണ് പ്രാചീന ശിലായുഗം എന്താണ് അവരെന്താണ് പരുക്കൻ കല്ലുകൾ ഉപയോഗിച്ച് തുടങ്ങി ശിലായുഗത്തിൻ്റെ ആദ്യഘട്ടം. പിന്നെന്താണ് ശേഖരണവും വേട്ടയാടലും അവർ ഉപജീവന മാർഗമാക്കി. മൂന്നാമത്തിൽ വരുമ്പോൾ എന്താണ് അവരെന്താണ് ഭക്ഷ്യയോഗ്യമായ പുല്ലുകളും മത്സ്യങ്ങളും ഭക്ഷിക്കാൻ തുടങ്ങി. പിന്നെന്താണ് നമ്മുടെ മരത്തോലുകളും ഇലകളും ഉപയോഗിച്ചുള്ള വസ്ത്രങ്ങൾ ഇടാൻ തുടങ്ങി. പിന്നെന്താണ് മിനുസമുള്ള ശിലാപകരണങ്ങൾ ആയുധങ്ങളാക്കി. അടുത്ത നമ്മളേതാണ് നവീന ശിലായുഗം എന്താണ്ടാ കൂടുതൽ പരിഷ്കരിച്ചത് മിനുസമായ ശിലാപകരണങ്ങൾ ആയുധങ്ങളാക്കി. അടുത്ത നമ്മളെ ഇമ്പോർട്ടൻറ്റ് കൃഷി ആരംഭിച്ചു. എന്നാണ് നമ്മുടെ ആദിമ മനുഷ്യർ കൃഷി ആരംഭിച്ചത് നവീന ശിലായുഗം, ഓർത്തോണം. അപ്പോൾ ആദിമ മനുഷ്യർ കൃഷി ആരംഭിച്ചത് നവീന ശിലായുഗത്തിലാണ്. പിന്നെന്ത് പറഞ്ഞു ചക്രങ്ങൾ കണ്ടുപിടിച്ചു. മൺപാത്ര നിർമ്മാണം ആരംഭിച്ചു. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഫ്ലോ ചാർട്ട് എന്താണ് പഠിച്ച് സെറ്റായിട്ടുണ്ട്. ഒന്നും വിട്ടുകളയില്ല, എല്ലാം ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നവീന ശിലായുഗം നിങ്ങളൊന്ന് ഓർത്ത് വെച്ചോ. കൃഷി എന്ന് പറയുന്നത് നവീന ശിലായുഗത്തിലാണ് ആരംഭിച്ചത്. അത് നമുക്ക് ഇതിൽ ഈ ഫ്ലോ ചാർട്ടിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അതാണ്. ഓക്കെ, അങ്ങനത്തെ ചോദ്യം ചോദിക്കാം, പ്രിലിംസിനൊക്കെ ചോദിക്കാൻ പറ്റിയ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് അടുത്ത കാര്യത്തിലോട്ട് പോവാം. ഓക്കെ, അടുത്ത നമ്മൾ നേരത്തെ പറഞ്ഞൊരു പോയിൻ്റാണ് എന്താണ് നമ്മുടെ ആദിമ മനുഷ്യരെ പറ്റിയുള്ള നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നത് എന്താണ് ഇതേപോലുള്ള എന്താണ് ഫോസിലുകളിൽ നിന്നും മറ്റുമാണ് പ്രധാന സ്രോതസ്സ്. അതിൽ നിന്ന് മാത്രമേ നമുക്ക് എന്താണ് പഴയ കാലഘട്ടത്തെക്കുറിച്ച് പഠിക്കാനും അതിൽ ഗവേഷണങ്ങൾ നടത്താൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ളൊരു ഗുഹയെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണ്. ഏതാണ് ഭീംബേഡ്ക. ഓക്കെ, എന്താണ് പറയുന്നത് ശിലായുഗ മനുഷ്യർ അധിവസിച്ചിരുന്ന ഇന്ത്യയിലെ ഒരു പ്രധാന ഗുഹാ കേന്ദ്രമാണ് ഇത്. എവിടെയാണ് മധ്യപ്രദേശിലാണ്. അപ്പോൾ ഭീംബേഡ്ക എവിടെയാണ് മധ്യപ്രദേശിലാണ്. ഓക്കെ, ഇതൊരു ഗുഹയാണ്. ഇവിടെ നമുക്ക് എന്തെല്ലാം കിട്ടി പ്രാചീന മനുഷ്യരുടെ വിവിധ ജീവിത രീതികളെക്കുറിച്ച് ഇവിടുത്തെ ഗുഹാചിത്രങ്ങൾ നമ്മോട് പറയുന്നു. അവരുടെ ആശയവിനിമയത്തിൻ്റെ തെളിവുകൾ കൂടിയാണ് ഈ ഗുഹാചിത്രങ്ങൾ. ഇതാണ് ഭീംബേഡ്ക എന്ന് പറഞ്ഞ ഗുഹ, അവിടെ നിന്ന് ലഭിച്ച ഗുഹാചിത്രമാണ് ഇത്. ഓക്കെ, അപ്പോൾ ഭീംബേഡ്ക എവിടെയാണ് ഇങ്ങനെ ചോദിക്കാം PSC. നമ്മുടെ പഴയ സ്കൂൾ ടെസ്റ്റിലും ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. ഭീംബേഡ്ക എവിടെയാണ് നമ്മുടെ ഇന്ത്യയിലെ നമ്മുടെ മധ്യപ്രദേശ് എന്ന സംസ്ഥാനത്താണ് ഭീംബേഡ്ക ഉള്ളത്. ഓക്കെ, ഇതൊരു ഗുഹയാണ്. അപ്പോൾ അവിടെ നമുക്ക് എന്താണ് കുറച്ച് ഗുഹാചിത്രങ്ങൾ ലഭിക്കുകയുണ്ടായി. അപ്പോൾ ഈ ഗുഹാചിത്രങ്ങൾ ലഭിക്കുക വഴി എന്താണ് അവരെങ്ങനെയാണ് ആശയവിനിമയം നടത്തിയിരുന്നത്, നമ്മുടെ പ്രാചീന മനുഷ്യർ എങ്ങനെയാണ് ആശയവിനിമയം നടത്തിയിരുന്നതെന്ന് നമുക്ക് ഈ ഗുഹാചിത്രത്തിലൂടെ ലഭിച്ചു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ സെറ്റാണല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്താണ് ഭീംബേഡ്ക മധ്യപ്രദേശ്, അതൊരു ഗുഹയാണ്. അവിടെ നമുക്ക് എന്താണ് ഒരു ഗുഹാ ചിത്രങ്ങൾ കിട്ടി. പ്രാചീന മനുഷ്യരെക്കുറിച്ച് എന്താണ് പഠനത്തിന് അത് വളരെയധികം സഹായിച്ചു. അവരുടെ ജീവിത രീതി മനസ്സിലാക്കാൻ നമുക്ക് അതുവഴി സാധിച്ചു. ഓക്കെ, നമുക്ക് അടുത്തിലോട്ട് പോവാം. അടുത്ത ഞാൻ പറഞ്ഞു എന്താണ് നമ്മൾ കൃഷി ആരംഭിച്ചത് നവീന ശിലായുഗത്തിലാണെന്ന് പറഞ്ഞു. കൃഷി ആരംഭിച്ചത്. ഓക്കെ, അപ്പോൾ കൃഷി ആരംഭിച്ചപ്പോൾ അവരെന്താണ് സ്ഥിരമായൊരു വാസസ്ഥലം എന്ന് പറയുന്ന ഒരു ആശയത്തിലേക്ക് മനുഷ്യരെത്തിയിരുന്നു. അപ്പം മുമ്പത്തെ നമ്മുടെ പ്രാചീന ശിലായുഗത്തിലായാലും മധ്യശിലായുഗത്തിലായാലും മനുഷ്യർക്ക് എന്താണ് സ്ഥിരമായൊരു വാസസ്ഥലം എന്ന് പറയുന്ന ഒരു ആശയം അവർക്കില്ലായിരുന്നു. അവരിങ്ങനെ വേട്ടയാടി വനത്തിൽ നിന്ന് കിട്ടുന്ന ഫുഡും കഴിച്ച് അവരിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അവരല്ലാതെ സ്ഥിരമായിരുന്നാണ് ഒരു വാസസ്ഥലം എന്നൊരു ആശയം അവർക്കില്ലായിരുന്നു. എന്നവർ കൃഷി ആരംഭിച്ചപ്പോൾ അവർക്ക് അങ്ങനെ ഒരു ആശയത്തിലോട്ട് വരികയാണ്. എന്താണ് ഒരു സ്ഥിരമായൊരു വാസസ്ഥലം, അത് കൃഷിയോട് അടുത്ത് തന്നെ അപ്പോൾ അടുത്ത് തന്നെ അവർക്കൊരു താമസ സൗകര്യം എന്നൊരു ആശയത്തിലോട്ട് വരികയാണ്. അല്ലെങ്കിൽ നമ്മൾ കൃഷി തുടങ്ങുമ്പോൾ കാട്ടിലാണ് നദീതീരത്ത് വനങ്ങളിൽ നദീതീരത്തടുത്താണ് അവർ കൃഷി ആരംഭിക്കുന്നത്. അപ്പോൾ വന്യമൃഗങ്ങളുടെ ആക്രമണമൊക്കെ വഴി ഈ കൃഷിയൊക്കെ നാശനഷ്ടമൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവർക്ക് അവരങ്ങനെ ഒരു ബുദ്ധി തോന്നി നമുക്കെന്താണ് ഇതിൻ്റെ അടുത്ത് തന്നെ താമസിച്ച് അപ്പോൾ താമസിച്ച് നമ്മുടെ എപ്പോഴും കണ്ണെപ്പോഴും നമ്മുടെ കൃഷി സ്ഥലത്ത് കാണും. അപ്പോൾ ഈ വന്യജീവികളെ ആക്രമണത്തിൽ നിന്നൊക്കെ നമുക്ക് നമ്മുടെ കൃഷിസ്ഥലം നമുക്ക് സംരക്ഷിക്കാവുന്ന ഒരു ആശയത്തിലോട്ട് മനുഷ്യർ വന്നു. അപ്പോൾ അവരവിടെ തന്നെ അതായത് അവർ കൃഷി ചെയ്യുന്ന കൃഷിസ്ഥലത്തിൻ്റെ അടുത്ത് തന്നെ സ്ഥിരമായി കുടിൽ കെട്ടി താമസിക്കാനുള്ള ഒരു ആശയത്തിലോട്ട് വന്നു. ഓക്കെ, അപ്പോൾ അതിനവരെ സഹായിച്ച കൃഷി ചെയ്യണമെന്നൊരു ആശയമാണ് അവർ അതിലോട്ട് വന്നത്. അപ്പോൾ അവർ അവിടെ സ്ഥിരതാമസം തുടങ്ങുമ്പോൾ തന്നെ അവിടെ ഒരു സംസ്കാരം ഉടലെടുക്കുകയാണ്. അത് നമ്മൾ അടുത്തിലോട്ട് പറയും. ഓക്കെ, അപ്പോൾ
കൃഷിയുടെ ആരംഭം നവീന ശിലായുഗത്തിലാണ്. നമ്മൾ നേരത്തെ പഠിച്ചു മാറിയ പോയിന്റാണ്. കൃഷി ചെയ്യാൻ ആരംഭിച്ച മനുഷ്യർക്ക് കൃഷിയിടങ്ങൾക്ക് സമീപമായി സ്ഥിരതാമസം അനിവാര്യമായി വന്നു. കാരണം നമ്മൾ പറഞ്ഞു എന്താണ്, അവരുടെ കൃഷിസ്ഥലം അവർക്ക് എപ്പോഴും ഒരു സംരക്ഷണം വേണം, കാട്ടുമൃഗങ്ങളിൽ നിന്നുള്ള സംരക്ഷണം അവർക്ക് വേണം. ഓക്കെ, കൃഷി പരിപാലിക്കാനും കൃഷിയിടങ്ങളെ വന്യജീവികളിൽ നിന്ന് സംരക്ഷിക്കാനും മൃഗപരിപാലനത്തിനുമായി അവർ കൃഷിയിടങ്ങൾക്ക് സമീപത്തായി താമസം ഉറപ്പിച്ചു. ഓക്കെ, അപ്പോൾ എന്താണ്, അവർ നവീന ശിലായുഗത്തിൽ എന്താണ് കൃഷി മാത്രമല്ല എന്താണ് വളർത്തുമൃഗങ്ങളെ എന്താണ് വളർത്താൻ തുടങ്ങി. അപ്പോൾ എന്താണ് അവർ ആ കൃഷിസ്ഥലത്ത് തന്നെ എന്താണ് വാസസ്ഥലം ഉറപ്പിക്കുകയും അതുവഴി എന്താണ് അവർക്ക് അവിടെ കൃഷിസ്ഥലത്തെ എന്താണ് സംരക്ഷണം നൽകാനും സാധിക്കുന്നു. ഓക്കെ, സ്ഥിരവാസം മനുഷ്യരിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഒരു സ്ഥലത്ത് തന്നെ എന്താണ് സ്ഥിരതാമസമാക്കിയപ്പോൾ നമ്മുടെ ആദിമ മനുഷ്യർക്ക് എന്തെല്ലാം മാറ്റമുണ്ടായി എന്നാണ് പറയുന്നത്. ഒന്നെന്താണ്, അവർ വാസസ്ഥലങ്ങൾ നിർമ്മിച്ചു തുടങ്ങി, വീടുകളൊക്കെ നിർമ്മിച്ചു തുടങ്ങി. പിന്നെ എന്താണ് ജനങ്ങൾ തമ്മിൽ കൂടുതൽ ഇടപഴകാൻ തുടങ്ങി. അപ്പോൾ എന്താണ് ജനങ്ങൾ തമ്മിൽ എന്താണ് കൂടുതൽ എന്താണ് ഇടപഴകാൻ തുടങ്ങി. സംഘടിത സാമൂഹിക ജീവിതത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു. അപ്പോൾ എന്താണ് അവിടെ ഒരു സമൂഹമായി, അപ്പോൾ 4-5 വീടുകൾ ചേർന്ന് എന്താണ് അവരെന്താണ് കൂടുതൽ ഇടപഴകി ജീവിക്കാനുള്ളൊരു ടെൻഡൻസി അവിടെ ഉണ്ടായി. അടുത്ത എന്താണ് സ്ഥിരവാസ കേന്ദ്രങ്ങൾ ക്രമേണ ഗ്രാമങ്ങളായും നഗരങ്ങളായും വികാസം പ്രാപിച്ചു. അപ്പോൾ എന്താണ് അപ്പോൾ അവിടെ ഒരു വീട് വന്നു, പിന്നെ അടുത്തൊരു വീട് വന്നു, ഇങ്ങനെ എന്താണ് അപ്പോൾ ആളുകൾ കൂടി വരികയാണ്. അപ്പോൾ എന്താണ് വീടുകളുടെ എണ്ണം കൂടി വരുന്നു. അപ്പോൾ അതെന്താണ് അതായത് നഗരമായി, പിന്നെന്താണ് വലിയ നഗരങ്ങളാക്കി മാറ്റി. അപ്പോൾ ആ ഗ്രാമങ്ങൾ പിന്നെ എന്താണ് വലിയ നഗരങ്ങളായി മാറി എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ സ്ഥിരവാസങ്ങൾ വഴി ആദിമ മനുഷ്യർക്കുണ്ടായ നേട്ടങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ് അവർക്ക് വീടെന്ന് പറയുന്ന ആശയം എന്താണ് അവിടെ വരികയുണ്ടായി. പിന്നെന്താണ് അവർക്ക് കൂടുതൽ ജനങ്ങളായിട്ട് ഇടപഴകാൻ പറ്റി. കൂടുതൽ ജനങ്ങളുമായിട്ട് അവർക്ക് എന്താണ് ഇടപഴകാൻ പറ്റി. പിന്നെന്താണ് അവിടെ ഒരുപാട് വീടുകൾ വന്നില്ല, അപ്പോൾ 4, 5, 6 ഒരുപാട് വീടുകൾ ഇങ്ങനെ ആളുകളുടെ എണ്ണം കൂടുമ്പോൾ എന്താണ് വീടുകളുടെ എണ്ണം ഇങ്ങനെ കൂടി വരുന്നു. അപ്പോൾ എന്താണ് അത് പയ്യെ ഗ്രാമങ്ങളായി. ഈ ഗ്രാമങ്ങൾ എന്താണ് നഗരങ്ങളും പട്ടണങ്ങളുമായിട്ട് മാറി എന്നാണ് പറയുന്നത്. അപ്പോൾ 3 നേട്ടങ്ങളാണ് സ്ഥിരവാസം എന്നതിലൂടെ ആദിമ മനുഷ്യർക്ക് ലഭിച്ചത്. ഓക്കെ, സെറ്റാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ പോയിൻ്റെല്ലാം സെറ്റാണ്. സിമ്പിൾ കാര്യം നമ്മളിവിടെ പറഞ്ഞു. നമുക്ക് അടുത്തിലോട്ട് പോകാം. ഓക്കെ, അടുത്ത് നമ്മൾ പറയുന്നത് ഞാനൊരു ചോദ്യം ചോദിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. മനുഷ്യൻ ആദ്യമേ ഉപയോഗിച്ച ലോഹം ഏതാണ്ട് അറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ PSC പണ്ടോട്ടേ പഠിച്ചു തുടങ്ങുന്നൊരു ചോദ്യമാണ്. എന്താണ് മനുഷ്യൻ ആദ്യമേ ഉപയോഗിച്ച ലോഹം ഏതാണ് ചെമ്പ് തന്നെയാണ്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. എന്താണ് ചെമ്പായിരുന്നു മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം. ലോഹങ്ങൾ കൊണ്ട് ആയുധങ്ങൾ ഉപകരണങ്ങൾ നിർമ്മിച്ച് ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തെ ലോഹയുഗം എന്ന് പറയുന്നു. ഓക്കെ, അപ്പം നമ്മൾ ശിലായുഗം പറഞ്ഞു. എന്താണ് ശിലായുഗത്തിൽ ആയുധങ്ങൾ നിർമ്മിച്ചിരുന്നത് എന്താണ് ശിലകൾ കൊണ്ടാണ്. പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, നവീന ശിലായുഗം അതങ്ങ് മാറ്റി വെച്ചോ, സെറ്റാണ്. അടുത്ത് നമ്മൾ മനുഷ്യൻ പിന്നെ എന്താണ് ശിലകളിൽ നിന്ന് ലോഹങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. ആദ്യമേ ഉപയോഗിച്ച ലോഹം ചെമ്പ്. അപ്പോൾ എന്താണ് ലോഹങ്ങൾ ഉപയോഗിച്ച് ആയുധങ്ങൾ നിർമ്മിച്ചു. അപ്പോൾ അത് എന്ത് യുഗം? ലോഹയുഗം. ശിലകൾ ഉപയോഗിച്ച് ആയുധങ്ങൾ നിർമ്മിച്ചു, അതെന്ത് ശിലായുഗം. അപ്പോൾ ലോഹയുഗത്തിലോട്ട് കടക്കാം. ഓക്കെ, മണ്ണ് ഉഴുതുമറിക്കാനും മരങ്ങൾ മുറിക്കാനും ഒക്കെയുള്ള കാഠിന്യം ഉറപ്പും ചെമ്പിന് കുറവായതിനാൽ ചെമ്പും ഈയവും കൂട്ടിച്ചേർത്ത് കാഠിന്യമുള്ള എന്താണ് വെങ്കലം. അടുത്ത പോയിന്റ് വെങ്കലം എന്ന് പറഞ്ഞാൽ ലോകസങ്കരം. അത് ഇമ്പോർട്ടൻറ്റ്. ഇങ്ങനെ നമ്മൾ വെങ്കല യുഗത്തിലോട്ട് കടക്കാൻ പോവുകയാണ്. ഓക്കെ, എന്താണ് അപ്പോൾ നമ്മൾ ചെമ്പാണ് അവർ ആദ്യമായി ഉപയോഗിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ ചെമ്പ് വെച്ച് എന്താണ് അവർക്ക് നില ഒഴുവാനൊന്നും പറ്റില്ല, കാരണം അതിന് കാഠിന്യം കുറവാണ്. പിന്നെ വലിയ മരങ്ങളൊന്നും മുറിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ മനുഷ്യൻ എന്ത് ചെയ്തു ചെമ്പും ഈയവും കൂടെ ചേർത്ത് ഒരു ലോകസങ്കരം ഉണ്ടാക്കി. എന്താണ്ടാ ചെമ്പും ഈയും ചെമ്പും ഈയും ചേർത്ത് എന്താണ് ഒരു ലോകസങ്കരം ഉണ്ടാക്കി. അപ്പോൾ അവർ കിട്ടിയ ലോകസങ്കരമാണ് കാഠിന്യം ഉറപ്പുമുള്ള വെങ്കലം. അപ്പോൾ നമ്മളോട് ആരംഭിച്ച് എന്താണ് വെങ്കലയുഗം. അപ്പോൾ എന്താണ് വെങ്കലം ഉപയോഗിച്ച് പിന്നെ എന്താണ് അപ്പോൾ കാഠിന്യമുള്ള ഒരു ലോകസങ്കരം കിട്ടി. അപ്പോൾ അവരെ കാര്യങ്ങളെല്ലാം നടക്കുന്നു. എന്താണ് വലിയ മരങ്ങൾ മുറിക്കാനും എന്താണ് മൃഗങ്ങളെയൊക്കെ വേട്ടയാടാനും എന്താണ് ഈ വെങ്കലം ഉപയോഗിച്ചുള്ള ആയുധങ്ങൾ വെച്ച് പറ്റുന്നുണ്ട്. അപ്പോൾ എന്താണ് മനുഷ്യരെന്താണ് വെങ്കലം ഉപയോഗിച്ചുള്ള ആയുധങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങി. അപ്പോൾ എന്താണ് അവിടെ വെങ്കലയുഗം ആരംഭിച്ചു. അപ്പോൾ 3 നമ്മൾ പറഞ്ഞത്. ശിലായുഗം സെറ്റാണ്. ശിലായുഗം എന്താണ് ശിലകൾ കൊണ്ടെന്താണ് ആയുധങ്ങൾ നിർമ്മിച്ചതാണ് ശിലായുഗം. അടുത്ത എന്താണ് ചെമ്പ് യുഗം അതായത് ലോഹയുഗം. എന്താണ് ചെമ്പുകൾ കൊണ്ട് എന്താണ് ആയുധങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങി. അത് ലോഹയുഗം. അപ്പോൾ ചെമ്പിനെന്താണ് മനുഷ്യൻ വിചാരിച്ചു ചെമ്പിന് കട്ടി കുറവാണ്, ഒട്ടും കട്ടിയില്ല, അവരെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. അപ്പോൾ അവരെന്ത് ചെയ്തു ചെമ്പിനെ ഈയവും ചേർത്ത് എന്താണ് വെങ്കലം എന്ന ലോകസങ്കരം ഉണ്ടാക്കി. അപ്പോൾ എന്താണ് വെങ്കലം എന്താണ് കാഠിന്യമാണ്, ചെമ്പിനെക്കാളും കാഠിന്യമാണ്. അപ്പോൾ അതെന്തായി പിന്നെ വെങ്കലം കൊണ്ടുള്ള ലോഹങ്ങളാണ് നിർമ്മിക്കാൻ തുടങ്ങി. അപ്പോൾ ആ യുഗത്തെ എന്ത് പറയുന്നു വെങ്കല യുഗമെന്ന് പറയുന്നു. ആ പേരിൽ നിന്ന് തന്നെ കിട്ടും എന്താണ് ആയുധങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിച്ചു. അപ്പോൾ എന്താണ് ശിലകൾ ഉപയോഗിച്ച് ശിലായുഗം, ചെമ്പാണെങ്കിൽ ലോഹത്തിലോട്ട് കടന്നു. പിന്നെ എന്താണ് വെങ്കലം വെച്ച് വെങ്കലയുഗം. ഓക്കെ, വെങ്കലയുഗത്തിൽ എന്താണ് അവർക്കുണ്ടായ മാറ്റങ്ങളാണ് പറയുന്നത്. വെങ്കലം കൊണ്ടുള്ള ഉപകരണങ്ങൾ കൃഷിയിടങ്ങൾ വ്യാപിക്കുന്നതിന് സഹായകമായി. എന്താണ് കൂടുതൽ സ്ഥലങ്ങൾ എന്താണ് അവർക്ക് ഉഴുതുമറിക്കാൻ സാധിച്ചു. അപ്പോൾ കൃഷി അവർക്ക് കൂടുതൽ വ്യാപിക്കാൻ സാധിച്ചു. അടുത്ത എന്താണ് കൃഷിയിടങ്ങളുടെ വ്യാപനം കാർഷിക ഉൽപ്പാദനത്തിൻ്റെ വർധനവിന് കാരണമായി. അപ്പോൾ എന്താണ് അപ്പോൾ കൃഷിയിടങ്ങൾ കൂടിയപ്പോൾ എന്താണ് അവിടെ അവർ ഉൽപ്പാദനവും തുടങ്ങി, ഉൽപ്പാദനവും കൂടുകയുണ്ടായി. അത് തന്നെ അടുത്ത പോയിന്റ് എന്താണ്
കാർഷിക ഉൽപ്പാദന വർധനവ് ഉൽപ്പന്നങ്ങളുടെയും കൈമാറ്റ കേന്ദ്രങ്ങളുടെ വികാസത്തിന് വഴിയൊരുക്കി. അപ്പോൾ ആദ്യം അവരെന്താണ്, അവർക്ക് വേണ്ടിയുള്ളത് മാത്രമാണ് അവർ എന്താണ് നിർമ്മിച്ചിരുന്നത്. അവർക്ക് അവർക്ക് ഭക്ഷിക്കാനുള്ള ദൈനംദിന കാര്യങ്ങൾക്കുള്ളതാണ് അവരെ ഉൽപ്പാദിപ്പിച്ചിരുന്നത്. ഇവരെന്താണ് ഈ വെങ്കലം വെച്ചുള്ള ആയുധങ്ങൾ വെച്ച് കൂടുതൽ എന്താണ് ഉഴുതുമറിക്കാൻ തുടങ്ങിയപ്പോൾ എന്താണ് കൂടുതൽ കൃഷിയിടങ്ങൾ അവർക്ക് ലഭിക്കാൻ പറ്റി. അപ്പോൾ അവർ കൃഷിയും കൂടുതൽ വ്യാപിക്കാൻ പറ്റിയപ്പോൾ എന്താണ് കാർഷിക ഉൽപ്പാദനവും കൂടി. അപ്പോൾ അവരെ ആവശ്യത്തിന് ശേഷം എന്താണ് ബാക്കിയും കുറച്ച് ഉൽപ്പന്നങ്ങൾ അവരെ കയ്യിൽ വന്നപ്പോൾ എന്താണ് അത് വിപണനം നടത്താനും പറ്റിയ എന്താണ് വിപണികൾ, ചന്തകളൊക്കെ രൂപപ്പെടാൻ തുടങ്ങി. ഓക്കെ, കൈമാറ്റ കേന്ദ്രങ്ങൾ പിൽക്കാലത്ത് എന്താണ് പട്ടണങ്ങളും നഗരങ്ങളും രൂപാന്തരപ്പെട്ടു. അപ്പോൾ എന്താണ് സിമ്പിൾ പോയിന്റാണ്, നിങ്ങൾക്ക് എന്താണ് ഒരു അത് കണക്ട് ചെയ്ത് പഠിക്കാം. എന്താണ് ഇത്രയേ ഉള്ളൂ. ഒന്നാമത്തെ പോയിന്റ് എന്താണ്, ഒന്നാമത്തെ എന്ന് പറയുമ്പോൾ കാർഷിക ഇടങ്ങൾ, അതായത് കാർഷിക ഇടങ്ങൾ കൂടി. എന്താണ് വെങ്കലം, അതായത് നമ്മൾ ഇത്രയും ഉറപ്പും കട്ടിയുമുള്ള വെങ്കലം ഉപയോഗിച്ചാണ് അവരെന്താണ് ഉഴുതുമറിക്കാനുള്ള ഉഴവ് യന്ത്രങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അവർക്ക് എന്താണ് കൂടുതൽ കൃഷിയിടങ്ങൾ വ്യാപിക്കാൻ പറ്റി. അപ്പോൾ അതുവഴി എന്ത് ലഭിച്ചു, കാർഷിക ഉൽപ്പാദനം കൂടിയപ്പോൾ എന്താണ് അവരുടെ ആവശ്യത്തിന് ശേഷം മറ്റു ഉൽപ്പന്നങ്ങളുടെ ബാക്കി വന്നു മിച്ചം വയ്ക്കാൻ ഉണ്ടായി. അപ്പോൾ എന്താണ് അവ വിൽക്കണം, ആ ഉൽപ്പന്നങ്ങൾ എന്താണ് അവർക്ക് വിൽക്കണം. അപ്പോൾ അതിനുവേണ്ടി എന്താണ് വിപണന കേന്ദ്രങ്ങളും കൈമാറ്റ കേന്ദ്രങ്ങളും വന്നു. അവ പിന്നീട് എന്തായി ഗ്രാമങ്ങളും നഗരങ്ങളുടെ എന്താണ് വളർച്ചയ്ക്ക് കാരണമായി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും പോയിന്റ് സെറ്റാണ്. വെങ്കലയുഗത്തിൽ മനുഷ്യനുണ്ടായ എന്താണ് നേട്ടങ്ങൾ, വെങ്കലയുഗത്തിൽ എന്താണ് അവർക്കുണ്ടായ നേട്ടങ്ങളാണ് നമ്മളവിടെ പറഞ്ഞത്. ഓക്കെ അപ്പോൾ നമ്മൾ എന്താണ് വെങ്കലയുഗത്തിലെ അവർക്കുണ്ടായ മാറ്റങ്ങളാണ് നമ്മൾ പറയുന്നത്. നമുക്ക് അടുത്തതിലോട്ട് പോകാം. വെങ്കലയുഗത്തിൽ വരുന്നതാണ് നമ്മുടെ മെസപ്പൊട്ടോമിയൻ സംസ്കാരവും ഈജിപ്ഷ്യൻ സംസ്കാരവും ചൈനീസ് സംസ്കാരവും ഒക്കെ. ഓക്കെ, ഇതാ ഞാൻ പറഞ്ഞ പോയിന്റ് ഇതാ കിടക്കുന്നു. നമ്മളെ വെങ്കലയുഗത്തിൽ വന്ന പ്രധാന സംസ്കാരങ്ങൾ ഈ നമ്മൾ പറയാൻ പോകുന്നത് നല്ല ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്. ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ നമ്മൾ പുതിയ 9ാം ക്ലാസ്സിൽ നമ്മളത് പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് പോവാം. വെങ്കലയുഗ സംസ്കാരങ്ങൾ. വെങ്കലയുഗത്തിൽ മനുഷ്യ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ നിങ്ങൾ കണ്ടുവല്ലോ. നമ്മൾ പറഞ്ഞു എന്താണ് വിപണന കേന്ദ്രങ്ങളും പിന്നെ അതുവഴി നഗരങ്ങളും പട്ടണങ്ങളും ഒക്കെ വളർന്ന കാര്യങ്ങളും നമ്മൾ പറഞ്ഞു. ഓക്കെ, ഈ മാറ്റങ്ങളുടെ ഫലമായി നഗരങ്ങൾ കേന്ദ്രീകരിച്ച് വെങ്കലയുഗ സംസ്കാരം എന്താ വരുന്നു, സിവിലൈസേഷൻ, വെങ്കലയുഗ സംസ്കാരങ്ങൾ രൂപപ്പെട്ടു. അത്തരത്തിൽ രൂപപ്പെട്ടതാണ് അത് അവിടെ നൽകിയിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാം അറിയാം, നിങ്ങളെല്ലാം ഇത് കേട്ടിട്ടുള്ളതാണ്. ഏതാണ് മെസപ്പൊട്ടോമിയ സംസ്കാരം, പിന്നെ ഈജിപ്ഷ്യൻ സംസ്കാരം, പിന്നെ ഏതാണ് ചൈനീസ് സംസ്കാരം, പിന്നെ നമ്മുടെ ഹാരപ്പൻ സംസ്കാരം. അപ്പോൾ വെങ്കലയുഗത്തിലെ സംസ്കാരങ്ങൾ ഏതൊക്കെയുണ്ട്? മെസപ്പൊട്ടോമിയ സംസ്കാരം, ഈജിപ്ഷ്യൻ സംസ്കാരം, ചൈനീസ് സംസ്കാരം, ഹാരപ്പൻ സംസ്കാരം. അപ്പോൾ എന്താണ് മനുഷ്യനുണ്ടായ മാറ്റങ്ങൾ എന്താണ്, നമ്മളെ ഗ്രാമങ്ങൾ നഗരങ്ങളാക്കി മാറിയപ്പോൾ എന്താണ് വെങ്കലയുഗത്തിൽ എന്താണ് സംസ്കാരങ്ങൾ നിലവിൽ വന്നു, സിവിലൈസേഷൻ രൂപീകരിച്ചു എന്നാണ് പറയുന്നത്. പ്രധാനപ്പെട്ട എന്താണ് 4 സംസ്കാരങ്ങൾ, വെങ്കലയുഗത്തിലെ ലോകത്തുണ്ടായ 4 സംസ്കാരത്തെ പറ്റിയാണ് പറഞ്ഞത്. നമുക്ക് എന്താണ് ഇത് ഓരോന്നായിട്ട് പഠിക്കാം. ഇവിടെ ഒരു പിക്ചറുണ്ട്. ഈ പിക്ചർ ഇട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താണ് ഏകദേശ ധാരണ കിട്ടും. ഞാൻ പറഞ്ഞത് എന്താണ് ചൈനീസ് സംസ്കാരം. ചൈനീസ് സംസ്കാരം എന്താ എവിടെയാണ്, ഏത് നദിക്കരയിലാണ്? ഹൊയാങ്ഹോ നദിക്കരയിലാണ് ചൈനീസ് സംസ്കാരം രൂപപ്പെട്ടത്. അപ്പോൾ ചൈനീസ് സംസ്കാരം രൂപപ്പെട്ടത് എവിടെയാണ്? ഹൊയാങ്ഹോ നദീക്കരയിൽ. എവിടെയാണ്? ഹൊയാങ്ഹോ നദീക്കരയിൽ. ഓക്കെ, അടുത്ത എന്താണ് നമ്മുടെ ഹാരപ്പൻ സംസ്കാരം. നിങ്ങൾക്ക് എല്ലാം അറിയാം, ഏതാണ് സിന്ധു നദിയുടെ തീരത്ത്. അപ്പോൾ ചൈനീസ് സംസ്കാരം എവിടെയാണ്? ഹൊയാങ്ഹോ നദിക്കരയിലാണ് ചൈനീസ് സംസ്കാരം. അടുത്ത എന്താണ് പറഞ്ഞത്? ഹാരപ്പൻ സംസ്കാരം. അതേതാണ്? സിന്ധു നദീക്കരയിൽ. അപ്പോൾ എന്താണ് ഹാരപ്പൻ സംസ്കാരം എവിടെയാണ്? സിന്ധു നദീക്കരയിൽ. ഓക്കെ, അടുത്ത നമ്മൾ എന്താണ് പറഞ്ഞത്? മെസപ്പൊട്ടോമിയൻ സംസ്കാരം. ഏതാണ്? 2 നദികൾക്കിടയിലുള്ള പ്രദേശം എന്നാണ് മെസപ്പൊട്ടോമിയ എന്ന അർത്ഥം. ഓക്കെ, മെസപ്പൊട്ടോമിയ എന്ന അർത്ഥം എന്താണ് നമ്മൾ പഠിക്കും. മെസപ്പൊട്ടോമിയ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? 2 നദികൾക്കിടയിലുള്ള സ്ഥലം എന്നാണ് അർത്ഥം. അപ്പോൾ മെസപ്പൊട്ടോമിയ സംസ്കാരത്തിൽ 2 നദികളാണ്. ഏതൊക്കെയുണ്ട്? അതുകൊണ്ട് ടൈഗ്രീസും യൂഫ്രട്ടീസും. ഏതാണ്? ടൈഗ്രീസും യൂഫ്രട്ടീസും. ഓക്കെ, അപ്പോൾ സെറ്റാണ്. അപ്പോൾ ഹാരപ്പൻ ഏതാണ്? സിന്ധു നദിക്കരയിലാണ്. അടുത്ത എന്താണ്? മെസപ്പൊട്ടോമിയൻ ഏതാണ്? യൂഫ്രട്ടീസും ടൈഗ്രീസും. ഈജിപ്ഷ്യൻ നമുക്കറിയാം, ഏതാണ്? നൈൽ നദി. ഈജിപ്ഷ്യൻ നൈൽ നദി. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ 4 സംസ്കാരങ്ങളിൽ വെങ്കലയുഗത്തിലെ 4 സംസ്കാരങ്ങളും അവിടെ നദീക്കരയാണ് നമ്മൾ പറഞ്ഞത്. ഏതൊക്കെയാണ്? ചൈനീസ് സംസ്കാരം ഹൊയാങ്ഹോ, നമ്മുടെ ഹാരപ്പൻ സംസ്കാരം സിന്ധു നദീക്കരയിൽ, നമ്മുടെ മെസപ്പൊട്ടോമിയ സംസ്കാരം ഏതാണ്? യൂഫ്രട്ടീസും ടൈഗ്രീസും. അടുത്ത ഈജിപ്ഷ്യൻ ആണെങ്കിൽ ഏതാണ്? നൈൽ നദീക്കരയിൽ. സെറ്റാണ്. നമുക്കിനി ഓരോന്നായിട്ട് എടുത്തു പോകാം. ഓക്കെ, വെങ്കലയുഗ സംസ്കാരങ്ങൾ നദീതടങ്ങളിലാണ് രൂപപ്പെട്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ് നമ്മൾ പറഞ്ഞ 4 സംസ്കാരങ്ങൾ എന്താണ് നദീതീരങ്ങളിലാണ് എന്താണ് രൂപപ്പെട്ടത്. കാരണം എന്താണ് നമ്മൾ പറഞ്ഞു എന്താണ് നദീതീരങ്ങളിൽ തന്നെയാണ് അവർ കൃഷിസ്ഥലങ്ങൾ രൂപപ്പെടുത്തിയതും അവർ താമസ സൗകര്യം അവിടെ തന്നെ രൂപപ്പെട്ടത്. അപ്പോൾ എന്താണ് ഈ നദികളുടെ കരകളിലാണ് ഇത്രയും വലിയൊരു നഗരങ്ങളും പട്ടണങ്ങളും രൂപപ്പെടുകയുണ്ടായത്. അപ്പോൾ അതിന് എന്തായിരിക്കും നിങ്ങൾക്ക് അറിയാവുന്ന പോയിന്റ് എന്തായിരിക്കും? എന്താണ് ഫലപുഷ്ടമായ മണ്ണ് തന്നെയാണ്. ഓക്കെ, എന്തുകൊണ്ടാണ് നദീതടങ്ങളിൽ വെങ്കലയുഗ സംസ്കാരം വളരാൻ കാരണം? ഒന്നെന്താണ് ഫലപുഷ്ടമായ മണ്ണ്. എന്താണ് ഫലപുഷ്ടമായ മണ്ണ്. 2 എന്താണ് ജലലഭ്യത. കാരണം നദീക്കരയിലാണ് നമുക്ക് ജലത്തിന് ഒരു മുട്ടോടെ വരുന്നില്ല, നമുക്ക് ധാരാളം ജലം ലഭിക്കുന്നു കൃഷിക്ക് ആവശ്യമായിട്ടുള്ള. അടുത്ത എന്താണ് അനുകൂലമായ കാലാവസ്ഥയാണ്. ഓക്കെ, അപ്പോൾ നദിക്കരയിൽ എന്താണ് നമുക്ക് അനുകൂലമായ കാലാവസ്ഥ. അപ്പോൾ 3 ഘടകങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന തന്നെയാണ്. 3 ഘടകങ്ങൾ എന്താണ്? നല്ല മണ്ണാണ്, ഫലപുഷ്ടമായ മണ്ണാണ്. അടുത്ത പോയിന്റ് എന്താണ്? ജലലഭ്യത. അടുത്ത എന്താണ്?
ലഭ്യത. അടുത്തെന്താണ് അനുകൂലമായ കാലാവസ്ഥ. അനുകൂലമായ കാലാവസ്ഥ. അപ്പോൾ ഈ 3 കാര്യങ്ങൾ കൊണ്ടാണ് എന്താണ് നദീ തീരങ്ങളിൽ എന്താണ് ഈ വെങ്കലയുഗ സംസ്കാരങ്ങൾ വളർന്നു വന്നത്. ഓക്കെ, 3 പോയിന്റ് അടിപൊളിയായിട്ടുണ്ട്. അടുത്തതിലോട്ട് പോവാം. അടുത്ത നമ്മുടെ മെസപ്പൊട്ടോമിയ സംസ്കാരം. നമ്മൾ ഓരോന്നായിട്ട് പ്രധാന പോയിന്റ് വെച്ച് പറഞ്ഞു പോവുകയാണ്. മെസപ്പൊട്ടോമിയ സംസ്കാരം എന്താണെന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു ഏതൊക്കെ നദികൾക്കിടയിലാണ് മെസപ്പൊട്ടോമിയ സംസ്കാരം സ്ഥിതി ചെയ്യുന്നത്? യൂഫ്രട്ടീസും ടൈഗ്രീസും. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ എന്താണ് മെസപ്പൊട്ടോമിയ എന്ന വാക്കിനർത്ഥം 2 നദികൾക്കിടയിലെ പ്രദേശം എന്നാണ്. അപ്പോൾ മെസപ്പൊട്ടോമിയ എന്ന വാക്കിനർത്ഥം എന്താണ്? 2 നദികൾക്കിടയിൽ, അതായത് നദികൾക്കിടയിലെ പ്രദേശം എന്നാണ് മെസപ്പൊട്ടോമിയ എന്ന വാക്കിനർത്ഥം. നദി ഏതാണ്? അവിടെ പറഞ്ഞിട്ടുണ്ട് യൂഫ്രട്ടീസും ടൈഗ്രീസും. ഏതാണ്? യൂഫ്രട്ടീസും ടൈഗ്രീസും. ഓക്കെ, നിലവിൽ ഇറാഖിൻ്റെ ഭാഗമാണ് ഈ പ്രദേശം. അപ്പോൾ ഇന്നത്തെ ഇറാഖിൻ്റെ ഭാഗമാണ് എന്താണ് മെസപ്പൊട്ടോമിയ സംസ്കാരത്തിൽ വരുന്ന പ്രദേശങ്ങൾ ഇന്നത്തെ നമ്മുടെ ഇറാഖിൻ്റെ ഭാഗങ്ങളാണെന്നാണ് പറയുന്നത്. സുമേറിയൻ, ബാബിലോണിയൻ, അസീറിയൻ, കാൽഡിയൻ എന്നിങ്ങനെ 4 വ്യത്യസ്ത സംസ്ഥാനങ്ങൾ രൂപപ്പെട്ടതാണ്. ഓക്കെ, അപ്പോൾ മെസപ്പൊട്ടോമിയ സംസ്കാരത്തിൽ എന്തൊക്കെ വരുന്നു? സുമേറിയനുണ്ട്, ബാബിലോണിയനുണ്ട്, അസീറിയനുണ്ട്, കാലിഡിയൻ. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഏതൊക്കെയാണ് മെസപ്പൊട്ടോമിയ സംസ്കാരത്തിൽ വരുന്ന സംസ്കാരങ്ങൾ? ഏതൊക്കെയാണ്? സുമേറിയൻ, ബാബിലോണിയൻ. ഏതാണ്? സുമേറിയൻ, ബാബിലോണിയൻ, അസീറിയൻ, കാലിഡിയൻ എന്നിങ്ങനെ 4 വ്യത്യസ്ത സംസ്കാരങ്ങൾ കൂടിച്ചേർന്നതിന് നമ്മൾ എന്ത് പറയുന്നു? മെസപ്പൊട്ടോമിയ സംസ്കാരം എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ മെസപ്പൊട്ടോമിയ സംസ്കാരത്തിൻ്റെ എന്താണ് ഏതൊക്കെ സംസ്കാരങ്ങൾ രൂപപ്പെട്ടാണ് എന്താണ് മെസപ്പൊട്ടോമിയ സംസ്കാരം എന്ന് വളർന്നു വന്നതെന്ന് നമ്മൾ പറഞ്ഞു. അടുത്ത എന്താണ് അവിടുത്തെ ജനജീവിതത്തെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, മെസപ്പൊട്ടോമിയയിൽ നഗരജീവിതം കെട്ടിപ്പടുത്താൻ സംഭാവന നൽകിയ ആദ്യ ജനത ആരാണ്? സുമേറിയക്കാരാണ്. ഓക്കെ, അപ്പോൾ മെസപ്പൊട്ടോമിയയിൽ എന്താണ് നഗരജീവിതം കെട്ടിപ്പടുത്താൻ വേണ്ടി സുപ്രധാന സംഭാവന നൽകിയ ആരാണ്? അത് സുമേറിയക്കാരായിരുന്നു. ഓക്കെ, മെസപ്പൊട്ടോമിയ സംസ്കാരത്തിലെ പ്രധാന നഗരങ്ങൾ. അപ്പോൾ മെസപ്പൊട്ടോമിയ സംസ്കാരത്തിലെ പ്രധാന നഗരങ്ങൾ ഏതായിരുന്നു? ഉർ, ഉറൂക്ക്, ലഗാഷ്. നമുക്ക് കിട്ടും ഉർ, ഉറൂക്ക്, ലഗാഷ്. അപ്പോൾ PSC ഇങ്ങനെ ചോദിക്കുന്നു, ഉർ അല്ലെങ്കിൽ ഉറൂക്ക് അല്ലെങ്കിൽ ലഗാഷ് ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ട നഗരങ്ങളെന്ന് ചോദിച്ചാൽ നമ്മൾ അടിക്കും എന്താണ്? മെസപ്പൊട്ടോമിയ സംസ്കാരം. ഓക്കെ, അപ്പോൾ മെസപ്പൊട്ടോമിയ സംസ്കാരം എന്താണ് വളർന്നു വരുന്നതിന് പ്രധാന സംഭാവന നൽകിയ സുമേറിയക്കാരാണ്. സുമേറിയക്കാർ. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു? അവിടുത്തെ പ്രധാന നഗരങ്ങളും പറഞ്ഞു. ഏതാണ്? ഉർ, ഉറൂക്ക്, ഏതാണ്? ലഗൂഷ്. ഉർ, ഉറൂക്ക്, ലഗാഷ്. ഓക്കെ, അടുത്ത ഇമ്പോർട്ടൻ്റ് സാധനമാണ് മെസപ്പൊട്ടോമിയക്കാരുടെ എഴുത്ത് സമ്പ്രദായമാണ് ക്യൂണിഫോം. അപ്പോൾ ക്യൂണിഫോം വികസിപ്പിച്ച ആരാണ്ടാ? നമ്മൾ മെസപ്പൊട്ടോമിയക്കാരാണ്. ഓക്കെ, അപ്പോൾ ഈ സ്ലൈഡിൽ നമ്മൾ എന്താണ് പറഞ്ഞത്? മെസപ്പൊട്ടോമിയ എന്ന വാക്കിനർത്ഥം 2 നദികൾക്കിടയിലുള്ള പ്രദേശം. എന്താണ്? യൂഫ്രട്ടീസ്, ടൈഗ്രീസ് എന്ന നദി. ഇവിടെ വരുന്ന മെസപ്പൊട്ടോമിയ സംസ്കാരത്തിൽ വരുന്ന മറ്റ് പ്രധാന സംസ്കാരങ്ങൾ ഏതൊക്കെയാണ്? സുമേറിയൻ, ബാബിലോണിയൻ, അസീറിയൻ, കാലിഡിയൻ. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു ക്യൂണിഫോം ആരാണ്? ക്യൂണിഫോം മെസപ്പൊട്ടോമിയ സംസ്കാരത്തിൽ വന്നൊരു ലിപിയാണ് ക്യൂണിഫോം. അപ്പോൾ അടുത്ത എന്താണ്? ഈ ക്യൂണിഫോം ആരാണ് വികസിപ്പിച്ചത്? സുമേറിയക്കാരാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു സുമേറിയൻ ജനതയാണ് മെസപ്പൊട്ടോമിയ സംസ്കാരത്തെ എന്താണ് വളർച്ചയ്ക്ക് വളരെയധികം സംഭാവനകൾ നൽകിയത്. ഈ സുമേറിയക്കാരാണ് ക്യൂണിഫോം കൊണ്ടുവന്നത്. ക്യൂണിഫോം ലിപിയാണ് ഈ കാണുന്നത്. ക്യൂണിഫോം ലിപിയാണ് നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്നത്. ഓക്കെ, ആപ്പിൻ്റെ ആകൃതിയിലുള്ള ചിത്ര ലിപിയാണിത്. ഓക്കെ, കളിമൺ ഫലകങ്ങളിലാണ് ഇവ എഴുതിയിരുന്നത്. കൂർത്ത മുനയുള്ള ഈറത്തണ്ടുകളാണ് കളിമൺ ഫലകങ്ങളിൽ എഴുതാൻ ഉപയോഗിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ ക്യൂണിഫോം ആരാണ് വികസിപ്പിച്ച? സുമേറിയക്കാർ. ക്യൂണിഫോം ഏത് സംസ്കാരത്തിൻ്റെ ഭാഗം? മെസപ്പൊട്ടോമിയ സംസ്കാരത്തിൻ്റെ ഭാഗം. വെങ്കല ഫലകങ്ങളിലാണ് ഇവ എഴുതിയിരുന്നത്. വെങ്കല ഫലകങ്ങളിലാണ് എഴുതിയിരുന്നത്. കൂർത്ത മുനയുള്ള ഈറത്തണ്ടുകൾ ഉപയോഗിച്ച് എന്താണ്? കൂർത്ത മുനകളുള്ള ഈറത്തണ്ടുകൾ ഉപയോഗിച്ചാണ് എന്താണ് ഈ ലിപികൾ എഴുതിയിരുന്നത്. ഓക്കെ, എളുപ്പമുള്ള കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ക്യൂണിഫോം മെസപ്പൊട്ടോമിയ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. സുമേറിയക്കാരാണ് അത് വികസിപ്പിച്ചതും. ഓക്കെ, സെറ്റാണ്. അടുത്തതിലോട്ട് പോവാം. അടുത്ത മെസപ്പൊട്ടോമിയ സംസ്കാരത്തിൻ്റെ സംഭാവനകളാണ് പറയുന്നത്. ഓക്കെ, എന്നാൽ ശാസ്ത്രഗണിത മേഖലയിലും നിയമ മേഖലയിലും അവർ നൽകിയ സംഭാവനകളാണ് പറയുന്നത്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ശാസ്ത്രഗണിത മേഖലയിൽ അവർ നൽകിയ സംഭാവനകൾ എന്താണ്ടാ? ഒന്ന് ചാന്ദ്ര പഞ്ചാംഗം. ഒന്നെന്താണ്ട ചാന്ദ്ര പഞ്ചാംഗം അവരുടെ സംഭാവനയാണ്. രണ്ടെന്താണ്? സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും കണക്കാക്കൽ. അപ്പോൾ എന്താണ്? സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും കണക്കാക്കുന്ന രീതി കൊണ്ടുവന്ന ആരാണ്? മെസപ്പൊട്ടോമിയക്കാരാണ്. പിന്നെ എന്താണ്? നമ്മുടെ മാത്സിൽ എന്താണ്? ഹരണവും ഗുണനവും ആരുടെ സംഭാവനയാണ്? മെസപ്പൊട്ടോമിയക്കാരുടെ സംഭാവനയാണ്. അപ്പോൾ ശാസ്ത്ര മേഖലയിലും ഗണിത മേഖലകളിലും മെസപ്പൊട്ടോമിയക്കാർ നൽകിയ 3 സംഭാവനകളാണ് നമ്മൾ പറയുന്നത്. ഒന്നെന്താണ്ട? ചാന്ദ്ര പഞ്ചാംഗം. ഒന്നെന്താണ്? ചാന്ദ്ര പഞ്ചാംഗം. പിന്നെന്താണ്? സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും കണക്കാക്കൽ. ഒന്നെന്താണ്? സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും കണക്കാക്കൽ. അടുത്തെന്താണ്? ഹരണവും ഗുണനവും. അടുത്ത നിയമത്തിൽ എന്തൊക്കെയാണ് സംഭാവന നൽകിയത്? സുമേറിയൻ ഭരണാധികാരിയായിരുന്ന ഡുൻഗി. ആരാണ്? സുമേറിയൻ ഭരണാധികാരിയായിരുന്ന
ഡുൻഗിയുടെ കാലഘട്ടത്തിലാണ് നിയമങ്ങൾ ആദ്യമേ ക്രോഡീകരിച്ചത്. ഓക്കെ, അപ്പോൾ നിയമങ്ങൾ ആദ്യം ക്രോഡീകരിച്ചവരാണ് സുമേറിയൻ ഭരണാധികാരിയായ ഡുൻഗിയുടെ കാലത്താണ് എന്താണ് നിയമങ്ങൾ ആദ്യമേ ക്രോഡീകരിച്ചത്. ഈ നിയമങ്ങൾ ഉപയോഗിച്ചാണ് നമ്മുടെ ഹമ്മുറാബി ലോകത്തിൽ ആദ്യത്തെ നിയമസംഹിത തന്നെ തയ്യാറാക്കി. എന്താണ് ഈ നിയമങ്ങൾ ക്രോഡീകരിച്ചാണ്. ഓക്കെ, അപ്പോൾ മെസപ്പൊട്ടോമിയക്കാർ നൽകിയ സംഭാവനകളാണ് നമ്മൾ പറഞ്ഞത്. എന്താണ് ചാന്ദ്ര പഞ്ചാംഗം അവരാണ് കൊണ്ടുവന്നത്. നമ്മുടെ സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും കണക്കാക്കുന്ന രീതി അവരാണ് കൊണ്ടുവന്നത്. അടുത്ത എന്താണ് ഹരണവും ഗുണനവും അവരുടെ സംഭാവനയാണ്. അടുത്ത നിയമങ്ങളിലോട്ട് വരുമ്പോൾ എന്താണ് നമ്മുടെ സുമേറിയൻ ഭരണാധികാരിയായിരുന്ന ഡുൻഗിയാണ് ലോകത്ത് ആദ്യമായി നിയമങ്ങൾ ക്രോഡീകരിച്ചത്. ഈ നിയമങ്ങൾ പരിഷ്കരിച്ചാണ് ഹമ്മുറാബിയുടെ നിയമസംഹിത കൊണ്ടുവന്നത്. അപ്പോൾ ഹമ്മുറാബി എന്താണ് നമ്മുടെ ഡുൻഗി പരിഷ്കരിച്ച നിയമങ്ങളെ അടിസ്ഥാനത്തിലാണ് ഹമ്മുറാബി ലോകത്തിൽ ആദ്യ നിയമസംഹിത കൊണ്ടുവന്നത്. അടുത്തിലോട്ട് പോകാം. അപ്പോൾ ഹമ്മുറാബിയുടെ നിയമസംഹിതയാണ് നമ്മുടെ നൽകിയിരിക്കുന്നത്. എന്താണ് ബാബിലോണിയൻ ഭരണാധികാരിയായിരുന്നു ഹമ്മുറാബി. അപ്പോൾ എന്താണ് ബാബിലോണിയൻ ഭരണാധികാരിയായിരുന്ന ഹമ്മുറാബിയുടെ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന നിയമസംഹിതയാണിത്. ലോകത്ത് എഴുതപ്പെട്ടതിൽ ഏറ്റവും പഴക്കമേറിയ നിയമസംഹിതയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, കണ്ണിന് കണ്ണ് പല്ലിന് പല്ല്. ഓക്കെ, പറയാം. അപ്പോൾ ഹമ്മുറാബിയുടെ നിയമസംഹിതയാണ് എന്താണ് ലോകത്തിലെ ആദ്യത്തെ നിയമസംഹിത. അദ്ദേഹം ബാബിലോണിയൻ ഭരണാധികാരിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശിക്ഷാരീതി എന്താണ് പറയുന്നത് നമുക്കറിയാം. കണ്ണിന് കണ്ണ് പല്ലിന് പല്ല്. എന്താണ് കണ്ണിന് കണ്ണ് പല്ലിന് പല്ല്. ഓക്കെ, അപ്പോൾ എന്താണ് ഹമ്മുറാബിയുടെ നിയമസംഹിത നമ്മൾ പറഞ്ഞു. അദ്ദേഹം ബാബിലോണിയൻ ഭരണാധികാരിയാണ്. അടുത്ത ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ് നമ്മുടെ മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിലെ സിഗുറാത്തുകൾ. ഓക്കെ, ഇപ്പോൾ PSC ചോദിക്കാം സിഗുറാത്തുകൾ എന്താണ്, മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിലെ സിഗുറാത്തുകൾ എന്താണ് നമുക്ക് പറഞ്ഞു തരാടാ. മെസപ്പൊട്ടോമിയക്കാരുടെ ആരാധനാ കേന്ദ്രങ്ങളാണ്. എന്താണ് മെസപ്പൊട്ടോമിയക്കാരുടെ ആരാധനാലയങ്ങളാണ് എന്താണ് സിഗറാത്തുകൾ. ഓക്കെ, അവർ പ്രാർത്ഥിക്കാൻ പോകുന്ന സ്ഥലം നമ്മുടെ അമ്പലവും പള്ളിയൊക്കെ പോലെ മെസപ്പൊട്ടോമിയൻ സംസ്കാരക്കാരെന്താണ് അവരുടെ പ്രാർത്ഥനാ കേന്ദ്രങ്ങളായിരുന്നു എന്താണ് സിഗറാത്തുകൾ. പ്രധാനമായും നഗരങ്ങളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ സിഗറാത്തുകളുടെയാണ് നഗരങ്ങളിലാണ് സിഗറാത്തുകൾ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ സിഗറാത്തുകൾ എന്താണ് മെസപ്പൊട്ടോമിയക്കാരുടെ പ്രാർത്ഥനാ കേന്ദ്രങ്ങളാണ്, ആരാധനാലയങ്ങളാണ് എന്താണ് സിഗറാത്തുകൾ. ഇവ നഗരങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇഷ്ടികകൾ കൊണ്ട് നിർമ്മിക്കുന്നു. ഓക്കെ, ഉർ നഗരത്തിലെ സിഗറാത്തുകൾ ഇന്ന് സംരക്ഷിക്കപ്പെടുന്നു. നടക്കുന്നു ഉർ നഗരത്തിലെ സിഗറാത്താണ് താഴെ നൽകിയിരിക്കുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു ഉറൂക്ക് ലഗാഷ് എന്താണ് മെസപ്പൊട്ടോമിയയിലെ പ്രധാന നഗരങ്ങളാണ്. അവിടെ ഉർ എന്ന നഗരത്തിൽ ഇപ്പോഴും എന്താണ് സിഗറാത്തുകൾ സംരക്ഷിക്കപ്പെടുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സ്ലൈഡിൽ എന്താണ് പറഞ്ഞത് ഹമ്മുറാബിയുടെ നിയമസംഹിത എന്താണ് ബാബിലോണിയൻ ഭരണാധികാരിയായിരുന്ന ഹമ്മുറാബിയാണ് ലോകത്തിൽ ആദ്യമേ നിയമസംഹിത കൊണ്ടുവന്നത് നമ്മൾ പറഞ്ഞു. പല്ലിന് പല്ല് കണ്ണിന് കണ്ണെന്ന് പറയുന്ന നിയമസംഹിത ശിക്ഷാരീതി അങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ. അടുത്ത എന്താണ് നമ്മൾ പറഞ്ഞത് സിഗറാത്തുകൾ എന്താണ് പറഞ്ഞത്. സിഗറാത്തുകൾ എന്താണ് നമ്മുടെ മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിൽ എന്താണ് ആരാധനാലയ കേന്ദ്രങ്ങൾ, അവരുടെ പ്രാർത്ഥനാ കേന്ദ്രങ്ങളാണ് സിഗറാത്തുകൾ. ഇതെന്താണ് ഇത് പട്ടണങ്ങളിലാണ് നഗരങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഉർ എന്ന നഗരത്തിൽ ഇപ്പോഴും എന്താണ് സിഗറാത്തുകൾ സംരക്ഷിക്കപ്പെടുന്നത്. സിഗറാത്തുകളുടെ പിക്ചർ നൽകിയിട്ടുണ്ട്. നമ്മുടെ ഹമ്മുറാബിയുടെ ഒരു കാലഘട്ടത്തെ ഒരു പിക്ചറാണ് അവിടെ നൽകിയിരിക്കുന്നത്. ഓക്കെ, നമുക്ക് അടുത്തതിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിലെ പ്രധാന പോയിന്റുകളെല്ലാം നമ്മൾ നോക്കി. അടുത്ത നമ്മൾ എന്താണ് പറയുന്നത് ഈജിപ്ഷ്യൻ സംസ്കാരം. ഓക്കെ, ഈജിപ്ഷ്യൻ സംസ്കാരം എവിടെയാണ് ഞാൻ ചോദിക്കുകയാണ്. എവിടെയാണ്? ആഫ്രിക്കയിലാണ്. നിങ്ങൾക്കറിയാം ആഫ്രിക്ക വൻകരയിലാണ്. ഏത് നദിക്കരയിലാണ്? നൈൽ നദിക്കരയിലാണ്. അടുത്ത നമുക്ക് നോക്കാം. അടുത്ത എന്താണ് പറയുന്നത് ഈജിപ്തിലെ രാജാക്കന്മാർ ഫറോവോ എന്ന പേരാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈജിപ്തിലെ രാജാക്കന്മാർ ഫറോവോ ഈജിപ്ഷ്യൻ ഫറോവയുടെ ഒരു പിക്ചറിലൂടെ സൈഡിൽ നൽകിയിട്ടുണ്ട്. ഓക്കെ, കൃഷിയായിരുന്നു പ്രധാന ജീവിതമാർഗം. ഓക്കെ, അവരെന്തെല്ലാം കൃഷി ചെയ്തിരുന്നു? ഗോതമ്പ്, ബാർലി. എന്തൊക്കെയാണ്? ഗോതമ്പ്, ബാർലി. അപ്പോൾ ഈജിപ്ഷ്യൻ സംസ്കാരത്തിൽ അവിടുത്തെ ജനങ്ങൾ പ്രധാനമായി കൃഷി ചെയ്യുന്നത് ഏതൊക്കെയാണ്? ഗോതമ്പും ബാർലിയും. പിന്നെ എന്തൊക്കെയുണ്ട്? തിന, പഴവർഗ്ഗങ്ങൾ, ചണം, പരുത്തി. അപ്പോൾ എന്താണ്? ഗോതമ്പ്, ബാർലി. പിന്നെന്തുണ്ട്? തിനയുണ്ട്. പിന്നെ വിവിധ തരത്തിലുള്ള പഴവർഗ്ഗങ്ങളുണ്ട്. പിന്നെന്തുണ്ട്? ചണമുണ്ട്, പരുത്തി. ഇവയാണ് എന്താണ് ഈജിപ്ഷ്യൻ സംസ്കാരത്തിലെ ജനങ്ങളുടെ പ്രധാന കാർഷിക വിളകൾ. ഏത് നദിക്കരയിലായിരിക്കും ഇവർ ഇതെല്ലാം കൃഷി ചെയ്തിരുന്നത്? നൈൽ നദിക്കരയിലാണ് ഇവർ കൃഷി ചെയ്തിരുന്നത്. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഇതാ ഇവിടെ നൽകിയിട്ടുണ്ട്. അതിനാൽ ഈജിപ്തിനെ നൈലിൻ്റെ ദാനം എന്ന് പറയുന്നു. ഓക്കെ, നമുക്കറിയാവുന്ന പോയിന്റ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈജിപ്ഷ്യൻ സംസ്കാരത്തിൽ നമ്മൾ എന്തെല്ലാം പറഞ്ഞു? ഈജിപ്തിലെ രാജാക്കന്മാരാണ് ഫറോവോ എന്ന് പറയുന്നു. അവർ പ്രധാനമായി കൃഷി ചെയ്തിരുന്ന വിള ഏതൊക്കെയാണ്? ഗോതമ്പ്, ബാർലി, തിന, പയറുവർഗ്ഗങ്ങൾ, ചണം, പരുത്തി. അപ്പോൾ ഇവയാണ് അവർ കൃഷി ചെയ്തിരുന്ന വിളകൾ. ഏത് നദിക്കരയിലാണ്? നൈൽ നദിക്കരയിലാണ് ഇവ കൃഷി ചെയ്തിരുന്നത്. ഓക്കെ, അതുകൊണ്ട് എന്താണ് ഈജിപ്തിനെ നൈൽ നദിയുടെ ദാനം എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു കുറച്ച് പോയിന്റ് സെറ്റാണല്ലോ. അടുത്തിലോട്ട് പോയാലോ? അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞു? അടുത്ത് പറയുന്നത് എന്താണ്? പിരമിഡുകളാണ്. പിരമിഡുകൾ എന്താണ്? ഈജിപ്ഷ്യൻ സംസ്കാരത്തിലെ പ്രധാന ഒരു സവിശേഷതയാണ്, സവിശേഷ കേന്ദ്രമാണ് എന്താണ്? പിരമിഡുകൾ എന്താണ്? അവരുടെ രാജാവായ ഫറോവയുടെ ശവകുടീരങ്ങളാണ്. ശവകുടീര സ്ഥലങ്ങളാണ് പിരമിഡുകൾ എന്ന് പറയുന്നത്.
നമ്മുടെ ഗിസയിലെ മഹത്തായ പിരമിഡാണ് ഏറ്റവും വലിയ പിരമിഡ്. ഓക്കെ, അപ്പോൾ പിരമിഡ് എന്താണ്? അവരുടെ ഈജിപ്ഷ്യൻ സംസ്കാരത്തിലെ ഈജിപ്തിലെ രാജാവായ ഫറോവയുടെ ശവകുടീരങ്ങളാണ് എന്താണ് പിരമിഡുകൾ എന്ന് പറയുന്നത്. അവിടുത്തെ ഗിസ എന്ന നഗരത്തിൽ, അത് ഈജിപ്തിലെ ഗിസ എന്ന നഗരത്തിലാണ് ഏറ്റവും വലിയ പിരമിഡുകൾ സ്ഥിതി ചെയ്യുന്നത്. ഇതാ ഒരു പിക്ചർ നൽകിയിട്ടുണ്ട് പിരമിഡിൻ്റെ. അടുത്ത എന്താണ്? മമ്മികൾ. ഇതാ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. മമ്മികൾ എന്താണ്? നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ്. എന്താണ്? മൃതദേഹം സുഗന്ധദ്രവ്യങ്ങൾ പൂശി അനശ്വരമായി സൂക്ഷിച്ചിരിക്കുന്ന സമ്പ്രദായമാണ് ഈജിപ്തുകാർ അവർ ഫോളോ ചെയ്തിരുന്നത്. ഓക്കെ, ഇപ്രകാരം സൂക്ഷിച്ചിരുന്ന മൃതദേഹങ്ങളാണ് മമ്മികൾ എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അവരെന്താണ്? അവരുടെ രാജാവിൻ്റെ മരണശേഷം ആ മൃതദേഹം എങ്ങനെയാണ്? സുഗന്ധദ്രവ്യങ്ങളൊക്കെ പൂശി എന്താണ് അവർ സൂക്ഷിച്ചു വയ്ക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയാണ് എന്താണ്? അങ്ങനെ സൂക്ഷിച്ചു വയ്ക്കുന്ന രീതിയാണ് ഈജിപ്തിലെ ജനങ്ങൾ ഫോളോ ചെയ്തിരുന്നത്. ഓക്കെ, അപ്പോൾ അതെന്തെന്നറിയപ്പെടുന്നു? ആ മൃതദേഹങ്ങൾ എന്ന് പറയുന്നത് മമ്മി എന്നറിയപ്പെടുന്നു. ഫറോവ ആയിരുന്ന തൂത്തൻ ഖാമൻ്റെ മമ്മിയാണ് ഇവയിൽ ഏറ്റവും പ്രശസ്തമായത്. അപ്പോൾ ഈജിപ്തിലെ രാജാവിൻ്റെ പേര് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? തൂത്തൻ ഖാമൻ. എന്താണ്? തൂത്തൻ ഖാമൻ. അദ്ദേഹത്തിൻ്റെ എന്താണ് മൃതദേഹമാണ് എന്താണ് ഏറ്റവും പ്രശസ്തമായത്. പിരമിഡുകൾക്കുള്ളിലാണ് ഇത്തരം മമ്മികൾ സൂക്ഷിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു പിരമിഡുകൾ എന്താണ്? അവിടെ രാജാവിൻ്റെ അവിടുത്തെ ഫറോവകളുടെ എന്താണ് ശവകുടീരങ്ങളാണ് പിരമിഡുകൾ. ഈ പിരമിഡുകൾക്കകത്താണ് മമ്മികൾ സൂക്ഷിച്ചിരുന്നത്. അപ്പോൾ ഗിസയിലെ പിരമിഡാണ് ഏറ്റവും വലുത്. നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതിൽ ഏറ്റവും വലുത് എന്താണ്? ഗിസയിലെ മഹത്തായ പിരമിഡുകളാണ്. അടുത്ത നമ്മളെന്താണ്? മമ്മിയും പറഞ്ഞു. മമ്മി എന്താണെന്ന് പറഞ്ഞു. അടുത്തെന്താണ്? ഏറ്റവും പ്രശസ്തമായ മമ്മി ആരുടെയാണ്? തൂത്തൻ ഖാമൻ്റെയാണ്. അവിടുത്തെ പ്രശസ്തമായ രാജാവൻ തൂത്തൻ ഖാമൻ്റെ മമ്മിയാണ് എന്താണ് ഏറ്റവും പ്രശസ്തമായത്. ഓക്കെ, അടുത്തിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ മെസപ്പൊട്ടോമിയക്കാരുടെ ലിപി പറഞ്ഞു. ക്യൂണിഫോം ആണ് സുമേറിയക്കാരാണ് വികസിപ്പിച്ചതെന്ന് നമ്മൾ പറഞ്ഞു. അടുത്ത എന്താണ്? നമ്മുടെ ഈജിപ്തുകാർക്ക് എന്താണ് ഒരു എഴുത്ത് വിദ്യ നിലനിന്നിരുന്നു. അതാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അടുത്തെന്താണ്? പുരാതന ഈജിപ്തുകാരുടെ എഴുത്ത് വിദ്യയാണ് ഹൈറോഗ്ലിഫിക്സ്. എന്താണ്? പുരാതന ഈജിപ്തുകാരുടെ എഴുത്ത് വിദ്യയാണ് ഹൈറോഗ്ലിഫിക്സ്. വിശുദ്ധമായ എഴുത്ത് എന്നാണ് ഹൈറോഗ്ലിഫിക്സ് എന്ന വാക്കിനർത്ഥം. അപ്പോൾ ഹൈറോഗ്ലിഫിക്സ് എന്ന ആരുടെയാണ്? ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് വിശുദ്ധമായ എഴുത്ത്. അപ്പോൾ ഹൈറോഗ്ലിഫിക്സിൻ്റെ അർത്ഥം എന്താണ്? വിശുദ്ധമായ എഴുത്ത്. 2 പോയിന്റ് സെറ്റാണ്. അടുത്ത് പറയും ചിഹ്നങ്ങളും അക്ഷരങ്ങളും ചേർന്നൊരു ലിപിയാണ്. എന്താണ്? ചിഹ്നങ്ങളും അക്ഷരങ്ങളും ചേർന്ന ലിപിയാണിത്. വലത്ത് നിന്ന് ഇടത്തോട്ടാണ് ഇത് വായിച്ചിരുന്നത്. അപ്പോൾ ഹൈറോഗ്ലിഫിക്സ്. എന്താണ് ഹൈറോഗ്ലിഫിക്സ്? ഈജിപ്ഷ്യൻ സംസ്കാരത്തിൽ നിലനിന്നിരുന്ന ഒരു എഴുത്തുവിദ്യ, ഒരു ലിപിയായിരുന്നു എന്താണ്? ഹൈറോഗ്ലിഫിക്സ്. ഇതെന്താണ്? വലത്ത് നിന്ന് ഇടത്തോട്ടാണ് വായിക്കുന്നത്. ചിഹ്നങ്ങളും അക്ഷരങ്ങളും ഉണ്ട്. ഇതിനകത്ത് ചിഹ്നങ്ങളും ഉണ്ട്, അക്ഷരങ്ങളും ഉണ്ട്. ഹൈറോഗ്ലിഫിക്സിൻ്റെ അർത്ഥവും നമുക്ക് ഇവിടെ പറഞ്ഞു തരുന്നുണ്ട്. എന്താണ്? വിശുദ്ധമായ എഴുത്ത്. എന്താണ്? വിശുദ്ധമായ എഴുത്ത്. ഓക്കെ, അപ്പോൾ ഹൈറോഗ്ലിഫിക്സ് സെറ്റാണ്. 3 പോയിന്റ് സെറ്റാണ്. ഓക്കെ, അപ്പോൾ സുമേറിയക്കാർ വികസിപ്പിച്ചതാണ് ക്യൂണിഫോം. ഈജിപ്തുകാരെന്താണ്? ഹൈറോഗ്ലിഫിക്സ്. ഈജിപ്തുകാരുടെ എന്താണ്ട? ഹൈറോഗ്ലിഫിക്സ്. അടുത്തിലോട്ട് പോകാം. അപ്പോൾ അവരുടെ ശാസ്ത്ര നേട്ടങ്ങൾ നമ്മൾ മെസപ്പൊട്ടോമിയക്കാരുടെ പറഞ്ഞു. എന്താണ്? ഹരണവും ഗുണനവും പിന്നെ നമ്മൾ ചാന്ദ്രഗ്രഹണവും സൂര്യഗ്രഹണവും കണക്കാക്കുന്ന രീതിയും പിന്നെ നിയമസംഹിതയൊക്കെ അവരാണ് കൊണ്ടുവന്നതെന്ന് പറഞ്ഞു. മെസപ്പൊട്ടോമിയക്കാരാണ് ആദ്യമേ ക്രോഡീകരിച്ചതൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈജിപ്ഷ്യൻ സംസ്കാരത്തിൽ എന്താ ഉണ്ടായ ശാസ്ത്ര നേട്ടങ്ങളാണ് അടുത്ത പറയാൻ പോകുന്നത്. ഗണിതവും വൈദ്യശാസ്ത്രവും ഈജിപ്തിൽ പുരോഗതി കൈവച്ചിരുന്നു. ഓക്കെ, അപ്പോൾ അവരെന്താണ്? അവർ ഗണിതശാസ്ത്രത്തിലും വൈദ്യശാസ്ത്രത്തിലും അവരുടേതായ സംഭാവനകൾ ലോകത്ത് നൽകിയിട്ടുണ്ട്. ഗണിതശാസ്ത്രത്തിലെ ജാമിതിക്ക് അടിസ്ഥാനമിട്ടത് ഈജിപ്തുകാരായിരുന്നു. അപ്പോൾ ഗണിതശാസ്ത്രത്തിലെ ജാമിതിക്ക് എന്താണ് അടിത്തറയിട്ടാരാണ്? ഈജിപ്തുകാരാണ്. സങ്കലനം, വ്യവകലനം എന്നിവ ഇവരുടെ സംഭാവനകളായിരുന്നു. അപ്പോൾ സങ്കലനവും വ്യവകലനവും എന്താണ്? ഈജിപ്തുകാരുടെ സംഭാവനയായിരുന്നു. 30 ദിവസം വീതമുള്ള 12 മാസങ്ങളോടൊപ്പം 5 ദിവസം കൂട്ടിച്ചേർത്ത് 365 ദിവസങ്ങൾ അടങ്ങിയ ഒരു വർഷമാണ് ഇവരുടെ സൗരപഞ്ചാംഗത്തിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അവർ ഫോളോ ചെയ്തിരുന്നത് സോളാർ കലണ്ടറാണ്. അവർ ഫോളോ ചെയ്തിരുന്നത് സൂര്യനെ അടിസ്ഥാനമാക്കിയൊരു കലണ്ടറാണ്. അപ്പോൾ എന്താണ്? 30 ദിവസം വീതമുള്ള 12 മാസം. ഓക്കെ, അപ്പോൾ അവിടെയും 12 മാസം തന്നെയായിരുന്നു. എത്ര? 30 ദിവസമാണ്. എല്ലാത്തിനും എന്താണ്? 30 ദിവസങ്ങളായിരുന്നു. ഓക്കെ, അതോടൊപ്പം 5 ദിവസം കൂട്ടിച്ചേർത്താൽ 365 ദിവസം. ഓക്കെ, അപ്പോൾ അവരുടെ ഒരു വർഷം നമ്മൾ ഈജിപ്തുകാർ ഫോളോ ചെയ്തിരുന്ന സൗര കലണ്ടറിൽ ഒരു വർഷം 365 ദിവസം തന്നെയാണ് ഉണ്ടായിരുന്നത്. എത്ര മാസം ഉണ്ടായിരുന്നു? 12 മാസം തന്നെയായിരുന്നു. ഓരോ മാസം എത്ര? 30 ദിവസം ഉണ്ടായിരുന്നു. പിന്നെ അവർ ആഡ് ഓൺ ചെയ്തെന്താണ്? 5 ദിവസം കൂടെ കൂട്ടിച്ചേർത്ത് 365 ദിവസം. ഓക്കെ, അപ്പോൾ എന്താണ് അവർ ഫോളോ ചെയ്തിരുന്നത്? ഈജിപ്തുകാർ ഫോളോ ചെയ്തിരുന്നത് എന്താണ്? സൗര കലണ്ടറാണ് അവർ ഫോളോ ചെയ്തിരുന്നത്. അതിൽ 365 ദിവസം തന്നെയാണ് ഉണ്ടായത്. 12 മാസവും 30 ദിവസമുള്ള ഓരോ മാസമാണ് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഈജിപ്തുകാരുടെ ശാസ്ത്ര നേട്ടങ്ങളും പറഞ്ഞു. എന്താണ്? ജാമിതിക്ക് സംഭാവന നൽകി. ജാമിതി എന്നൊരു സംഭാവന നൽകിയാരാണ്? ഈജിപ്തുകാരാണ്. സങ്കലനവും വ്യവകലനവും അവരുടെ സംഭാവനകളായിരുന്നു. പിന്നെ അവർ ഫോളോ ചെയ്തിരുന്ന സൗര കലണ്ടറിനെ പറ്റി നമ്മളിവിടെ പഠിച്ചു. ഓക്കെ, സെറ്റാണ്. അടുത്തതിലോട്ട് പോവാം.
അടുത്ത എന്താണ് ചൈനീസ് സംസ്കാരം. അപ്പോൾ നമ്മൾ ഈജിപ്തുകാരുടെ കാര്യം പറഞ്ഞു, അവരുടെ ജനജീവിതം എങ്ങനെയായിരുന്നു, അവരുടെ രാജാവിനെ പറ്റിയൊക്കെ പറഞ്ഞു, എഴുത്ത് വിദ്യയെ പറ്റി പറഞ്ഞു. പിന്നെ അവരുടെ എന്താണ് അവർ നമ്മുടെ ഗണിത മേഖലകളിലും ശാസ്ത്ര മേഖലകളിലൊക്കെ നൽകിയ സംഭാവനകൾ നമ്മൾ കഴിഞ്ഞതിൽ പഠിച്ചു. അടുത്ത നമ്മുടെ സംസ്കാരം ഏതാണ്? ചൈനീസ് സംസ്കാരം. നമ്മുടെ ഏഷ്യ വൻകരയിൽ നിലനിന്നിരുന്ന മറ്റൊരു സംസ്കാരമാണ് എന്താണ് ചൈനീസ് സംസ്കാരം. ഏത് നദിക്കരയിലാണ്? നമ്മൾ ആദ്യം പഠിച്ച പോയിന്റാണ് ചൈനീസ് സംസ്കാരം ഏത് നദിക്കരയിലാണ്? ഏത് നദിക്കര? ഹൊയാങ്ഹോ നദിക്കരയിലാണ് നമ്മൾ പറഞ്ഞു. നമുക്ക് നോക്കാം, അടുത്ത് നോക്കാം. കൃഷിയായിരുന്നു ഇവിടെ പ്രധാന അടിത്തറ. അതായത് നമ്മൾ നമ്മൾ 4 സംസ്കാരം എടുക്കുമ്പോഴും അവരുടെ ജനജീവിതത്തിൻ്റെ പ്രധാന ഉപജീവന മാർഗ്ഗം എന്താണ്? കൃഷിയായിരുന്നു. നദിക്കരയിൽ രൂപപ്പെട്ട കൃഷി, അതിലൂടെയാണ് അവരെ സംസ്കാരമായി വളർന്നത്. കൃഷി തന്നെയായിരുന്നു ഈ 4 സംസ്കാരത്തിലെ ജനങ്ങളുടെ ഉപജീവന മാർഗ്ഗം. അപ്പോൾ ഇവിടെ എന്താണ്? എഴുത്തുവിദ്യ ഉണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ എന്താണ്? നെയ്ത്ത്, മൺപാത്ര നിർമ്മാണം, പട്ടുവസ്ത്ര നിർമ്മാണം എന്നിവയിലും അവർ വിദഗ്ധരായിരുന്നു. ഓക്കെ, എന്നൊക്കെ അറിയാം, ചൈനീസ് പട്ട്. അപ്പോൾ എന്താണ്? അവർ നെയ്ത്ത് മേഖലയിലും, അപ്പോൾ നെയ്ത്ത് മേഖലയിലായാലും മൺപാത്ര നിർമ്മാണ മേഖലയിലായാലും പട്ടുവസ്ത്ര നിർമ്മാണത്തിലും എന്താണ് ചൈനീസ് സംസ്കാരത്തിലെ ജനങ്ങൾ എന്താണ് വിദഗ്ധരായിരുന്നു. അടുത്ത നമ്മൾ എന്താണ് പറയുന്നത്? എഴുത്ത് സമ്പ്രദായം. അവിടെ ഒരു എഴുത്ത് വിദ്യ നിലനിന്നിരുന്നു. ചൈനക്കാരുടെ ഇടയിൽ പുരാതന കാലം മുതൽ തന്നെ എഴുത്ത് സമ്പ്രദായം നിലനിന്നിരുന്നു. ഓക്കെ, അപ്പോൾ ചൈനക്കാരുടെ ഇടയിൽ എന്താണ് പുരാതന കാലം മുതൽ തന്നെ എന്താണ് എഴുത്തുവിദ്യ നിലനിന്നിരുന്നു. അക്ഷരങ്ങൾക്ക് പകരം ചിത്രങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് ചിത്രലിപിയാണ് അവർ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ചൈനീസ് സംസ്കാരത്തിലെ ജനങ്ങൾ എന്താണ് അക്ഷരങ്ങൾക്ക് പകരം ചിത്രങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ചൈനീസ് സംസ്കാരത്തിലെ ജനങ്ങൾ എന്താണ് അക്ഷരങ്ങൾക്ക് പകരം ചിത്രങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് ഇവ എന്താണ് ചിത്രലിപിയാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ചിത്രലിപി ഉപയോഗിച്ച സംസ്കാരം ചൈനീസ് സംസ്കാരം, ചിത്രലിപി ചൈനീസ് സംസ്കാരം, ചിത്രലിപി ചൈനീസ് സംസ്കാരം. ഓക്കെ, കാലക്രമത്തിൽ അവർ ചിത്രങ്ങൾക്ക് പകരം എന്താണ് ചിഹ്നങ്ങൾ ഉപയോഗപ്പെടുത്തി. ഈ മാറ്റങ്ങളുടെ ലിപി എന്ന് ചൈന നിലനിൽക്കുന്നു. അപ്പോൾ ചൈനയിൽ എന്താണ് പിന്നീട് അവരെന്താണ് ചിത്രങ്ങൾ ഉപയോഗിച്ചുള്ള ലിപിയാണ്. പിന്നീട് എന്താണ് മാറ്റം വരുത്തിയ അക്ഷരങ്ങൾ ഉപയോഗിച്ചിരുന്നു. ആ ലിപിയാണ് ഇന്നും ചൈനയിൽ നിലനിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ചിത്രലിപിയാണെന്താണ് ചൈനീസ് സംസ്കാരത്തിലുള്ള ആൾക്കാർ ഫോളോ ചെയ്തിരുന്നത്. പിന്നെ എന്താണ് ഈ ചിത്രലിപിയിൽ എന്താണ് അവർ ചിത്രലിപിയിൽ ചിഹ്നങ്ങൾ ഉൾപ്പെടുത്താൻ തുടങ്ങി. അപ്പോൾ ആ ലിപിയാണ് ഇന്നും അവർ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, സെറ്റാണ്. അപ്പോൾ ചൈനീസ് സംസ്കാരം ഏതാണ്? ഹൊയാങ്ഹോ നദിക്കരയിലാണ്. അവർ മൺപാത്ര നിർമ്മാണത്തിലും പട്ടുവസ്ത്ര നിർമ്മാണത്തിലും ഒക്കെ എന്താണ് അവരുടെ കഴിവ് തെളിയിച്ച മേഖലകളായിരുന്നു. ഓക്കെ, കൃഷി തന്നെയായിരുന്നു ഉപജീവന മാർഗ്ഗം. അവിടുത്തെ പ്രധാന ലിപി എന്തായിരുന്നു? ചിത്രലിപിയായിരുന്നു. ചിത്രങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്, ചിഹ്നങ്ങൾ ഉപയോഗിച്ചിരുന്നില്ല. കാലക്രമേണ എന്താണ് അവർ ചിഹ്നങ്ങൾ അവർ ലിപിയിൽ കൊണ്ടുവന്നു. അതാണ് അവർ ഇന്നും ഉപയോഗിക്കുന്നത്. അപ്പോൾ ചൈനീസ് സംസ്കാരം സെറ്റാണ്. അടുത്തതിലോട്ട് പോകാം. അടുത്ത ഹാരപ്പൻ സംസ്കാരം. ഓക്കെ, അപ്പോൾ നമ്മൾ ചൈനീസ് സംസ്കാരത്തിൻ്റെ കാര്യം പറഞ്ഞു. ഹാരപ്പൻ സംസ്കാരം നമ്മുടെ ഇന്ത്യ, പാകിസ്ഥാൻ ഉൾപ്പെടുന്ന രാജ്യങ്ങളിൽ എന്താണ് വളർന്നു വന്നൊരു സംസ്കാരമാണ് ഹാരപ്പൻ സംസ്കാരം. ഓക്കെ, വെങ്കലയുഗത്തിൽ സിന്ധു നദീതടത്തിൽ നിലനിന്നിരുന്ന സംസ്കാരമാണ് ഹാരപ്പൻ സംസ്കാരം. ഏകദേശം BCE എന്താണ് 2600 മുതൽ BCE 1900 വരെയാണ് ഈ സംസ്കാരത്തിൻ്റെ കാലഘട്ടം. BCE നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണോ BCE എന്താണ്? ബിഫോർ കോമൺ എറ. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മുടെ ഹാരപ്പൻ സംസ്കാരം നിലനിന്നിരുന്ന ഏതൊക്കെ കാലഘട്ടത്തിലാണ്? ഏകദേശം BCE 2600 മുതൽ BCE 1900 വരെ ആയിരുന്നു. ഹാരപ്പയായിരുന്നു ഈ സംസ്കാരത്തിലെ പ്രധാന നഗരം. അപ്പോൾ ഹാരപ്പയായിരുന്നു ഈ സംസ്കാരത്തിലെ പ്രധാന നഗരം. അതിനാലാണ് എന്താണ് ഹാരപ്പൻ സംസ്കാരം എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഹാരപ്പൻ സംസ്കാരം ഏത് വർഷം തൊട്ടാണ്ട് ഏത് വർഷം വരെയായിരുന്നു? ഏത് നൂറ്റാണ്ടായിരുന്നു? BCE 2600 മുതൽ 1900 വരെ. BCE 2600 മുതൽ BCE 1900 വരെ. ഇവിടുത്തെ പ്രധാന നഗരം ഏതാണ്? ഹാരപ്പനായിരുന്നു. അതുകൊണ്ടാണ് ഈ സംസ്കാരത്തെ ഹാരപ്പൻ സംസ്കാരം എന്ന് പറയുന്നത്. ഓക്കെ, സിന്ധു നദീ തീരത്താണ് ഇത് വളർന്നു വന്നതെന്ന് നമ്മൾ പഠിച്ചു. അടുത്തതിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതാ അതാണ് സിന്ധു നദീതീരത്താണ് ഇത് വളർന്നു വന്നത്. നഗരങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഈ സംസ്കാരം വളർന്നു വന്നത്. ഓക്കെ, അപ്പോൾ നഗരങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഈ സംസ്കാരം വളർന്നു വന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് ഈ ഗ്രാമങ്ങൾ നഗരങ്ങളായപ്പോഴാണ് എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ സംസ്കാരങ്ങൾക്ക് എന്താണ് അത്രയും വികാസം പ്രാപിച്ചത്. അപ്പോൾ എന്താണ് അതിനാൽ ഇന്ത്യയിലെ ഒന്നാം നഗരവൽക്കരണം എന്നറിയപ്പെടുന്നത് ഈ സംസ്കാരമാണ്. അപ്പോൾ ഇന്ത്യയിലെ ഒന്നാം നഗരവൽക്കരണം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഹാരപ്പൻ സംസ്കാരമാണ്. അപ്പോൾ നമ്മൾ ഈ സ്ലൈഡിൽ എന്താണ് പറഞ്ഞത്? ഹാരപ്പൻ സംസ്കാരം. നദീതീരം ഏതാണ്? സിന്ധു നദീതീരം. പ്രധാന നഗരം ഏതാണ്? ഹാരപ്പ. പിന്നെന്ത് പറഞ്ഞു? പിന്നെ ഈ കാലഘട്ടം പറഞ്ഞു ഏതാണ്ടാ BCE 2600 മുതൽ BCE 1900 വരെയാണ് നമ്മുടെ എന്താണ് ഹാരപ്പൻ സംസ്കാരം നിലനിന്നിരുന്നത്. പിന്നെന്താണ് ഈ ഹാരപ്പൻ സംസ്കാരം എന്താണ്? നഗരങ്ങൾ കേന്ദ്രീകരിച്ചാണ് വളർന്നു വന്നത്. അപ്പോൾ അതുകൊണ്ട് ഹാരപ്പൻ സംസ്കാരത്തെ ഇന്ത്യയിലെ ഒന്നാം നഗരവൽക്കരണം എന്ന് പറയുന്നു. അപ്പോൾ ഹാരപ്പൻ സംസ്കാരത്തെ ഇന്ത്യയിലെ ഒന്നാം നഗരവൽക്കരണം എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തതിലോട്ട് പോവാം. അടുത്ത നമ്മൾ പറഞ്ഞ എന്താണ്? അതൊരു വ്യക്തിയാണ് പറഞ്ഞത്, സർ ജോൺ മാർഷൽ. ഇദ്ദേഹമാണ് ഇദ്ദേഹത്തിൻ്റെ കുറച്ച് ഗവേഷണങ്ങളാണ് നമുക്ക് ഹാരപ്പൻ സംസ്കാരത്തെ പറ്റി എന്താണ് കൂടുതൽ അറിവ് നമുക്ക് ലഭിക്കുകയുണ്ടായി. അപ്പോൾ ജോൺ മാർഷൽ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ചാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. അദ്ദേഹം എന്തൊക്കെ സംഭാവന നമുക്ക് നൽകി? ഇന്ത്യയിൽ പുരാവസ്തുക്കളുടെ ഉത്ഖനനത്തിനും സംരക്ഷണത്തിനും, അതായത് നമ്മുടെ ഇന്ത്യയിലെ പുരാവസ്തുക്കളുടെ സംരക്ഷണത്തിനും അവരുടെ ഖനനത്തിനുമായി രൂപീകരിക്കപ്പെട്ട സ്ഥാപനമാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. എന്താണ്ട് ASI എന്താണ്? ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. എന്തിനാണ്? നമ്മുടെ രാജ്യത്തെ പുരാവസ്തുക്കളുടെ സംരക്ഷണവും അവരുടെ ഗവേഷണത്തിന് വേണ്ടി സ്ഥാപിച്ച സ്ഥാപനം.
1902 മുതൽ 28 വരെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ ആയിരുന്നു. അപ്പോൾ 1902 മുതൽ 1928 വരെ നമ്മുടെ ASIയുടെ ഡയറക്ടർ ജനറൽ ആയിരുന്നു ജോൺ മാർഷൽ. ഓക്കെ, ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഗവേഷണങ്ങളാണ് ഹാരപ്പൻ സംസ്കാരം കണ്ടെത്തിയത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചോദിക്കാം, ഹാരപ്പൻ സംസ്കാരം എന്താണ് കണ്ടെത്തിയ ഗവേഷണത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ആരെന്ന് പറയും? ജോൺ മാർഷൽ. ഓക്കെ, അപ്പോൾ ജോൺ മാർഷൽ ആരായിരുന്നു? നമ്മുടെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ASIയുടെ ഡയറക്ടർ ആയിരുന്നു. ഏതൊക്കെ കാലഘട്ടം? 1902 മുതൽ 1928 വരെ. 1902 മുതൽ 1928 വരെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ ആയിരുന്നു ജോൺ മാർഷൽ. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഗവേഷണങ്ങളാണ് നമുക്ക് ഹാരപ്പൻ സംസ്കാരത്തെ പറ്റിയുള്ള വ്യക്തമായൊരു ചിത്രം നമുക്ക് ലഭിക്കുകയുണ്ടായത്. ഓക്കെ, അപ്പം ജോൺ മാർഷലിൻ്റെ കാര്യം പറഞ്ഞല്ലോ, നമുക്ക് സ്കൂൾ ടെസ്റ്റിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ലക്ഷ്യം എന്താണ്? നമ്മുടെ രാജ്യത്തെ പുരാവസ്തുക്കളുടെ സംരക്ഷണവും അവരുടെ ഖനനത്തിന് നേതൃത്വം നൽകുന്ന സ്ഥാപനമാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. ഇത് സെറ്റാണല്ലോ. നമുക്ക് അടുത്തേ പോവാം. അടുത്ത് നമ്മൾ പറഞ്ഞു നമ്മുടെ നഗരങ്ങളെ കേന്ദ്രീകരിച്ചാണ് നമ്മുടെ ഹാരപ്പൻ സംസ്കാരം വളർന്നു വന്നത്. അപ്പോൾ അവർ വ്യക്തമായൊരു നഗരാസൂത്രണം ആ സംസ്കാരത്തിലെ ജനങ്ങൾ ഫോളോ ചെയ്തിരുന്നു. അപ്പോൾ അത് നമുക്കൊന്ന് നോക്കാം. ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ പ്രധാന സവിശേഷതയാണ് നഗരാസൂത്രണം. ഓക്കെ, അപ്പോൾ അവർ നഗരങ്ങൾ വെൽ പ്ലാൻഡ് ആയിട്ടാണ് അവർ നഗരങ്ങൾ വികസിപ്പിച്ചിരുന്നത്. പറയാം, തെരുവുകളുടെ ഇരുവശങ്ങളിലുമായി അവർ വീടുകൾ നിർമ്മിച്ചിരുന്നു. ഓക്കെ, അപ്പോൾ തെരുവുകളുടെ ഇരുവശങ്ങളായി അവർ വീടുകൾ നിർമ്മിച്ചിരുന്നു. അഴുക്കുചാൽ സമ്പ്രദായം ഇമ്പോർട്ടൻ്റ്. അഴുക്കുചാൽ സമ്പ്രദായം ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ പ്രധാന സവിശേഷതയാണ്. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ തെരുവുകളുടെ ഇരുവശത്ത് അവർ വീടുകൾ നിർമ്മിച്ചു. നമ്മൾ ഇന്ന് കാണുന്ന പോലെ പാതയുടെ ഇരുവശം അവർ അഴുക്കുചാൽ അവർ അന്നേ ഉണ്ടായിരുന്നു. ഓക്കെ, വീടുകളിൽ നിന്നുള്ള മലിനജലം തെരുവുകളിലെ ചാലുകളിലേക്ക് ഒഴുക്കി വിട്ട് പിന്നീട് നഗരത്തിൻ്റെ പുറത്തേക്ക് അവർ ഒഴുക്കിവിടുമായിരുന്നു. അപ്പോൾ അവർ ഡ്രെയിനേജ് സിസ്റ്റം അന്നേ അവർ ഫോളോ ചെയ്തിരുന്നു. ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ പ്രധാന സവിശേഷത എന്താണ്? അഴുക്കുചാൽ സമ്പ്രദായം അവിടെ നിലനിന്നിരുന്നു. അതായത് തെരുവുകളുടെ ഇരുവശവും അവർ വീടുകൾ നിർമ്മിച്ച് അവർ വീടുകളിൽ അഴുക്ക് വെള്ളം മലിനമായ ജലം അവർ ഈ തെരുവുള്ള സൈഡിലുള്ള അഴുക്കുചാലിൽ ഒഴുക്കിവിട്ട് അത് നഗരങ്ങളിൽ പുറത്തേക്ക് എത്തിക്കുന്ന ഒരു രീതിയാണ് അവർ വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഡ്രെയിനേജ് സിസ്റ്റമാണ് ഹാരപ്പൻ സംസ്കാരത്തിലെ ജനങ്ങൾ ഫോളോ ചെയ്തിരുന്നത്. അടുത്തതിലോട്ട് പോവാം. മോഹൻജൊദാരോയിലെ വലിയ കുളം. ഓക്കെ, അപ്പോൾ മോഹൻജൊദാരോ നമ്മുടെ ഹാരപ്പൻ സംസ്കാരത്തിലെ പ്രധാന ഒരു നഗരമാണ്. അതിൽ ഏറ്റവും വലുത് ഹാരപ്പ ആയതുകൊണ്ട് ആ സംസ്കാരത്തിന് ഹാരപ്പൻ സംസ്കാരം എന്ന് പേര് നൽകിയത്. അപ്പോൾ മോഹൻജൊദാരോ ഹാരപ്പൻ സംസ്കാരത്തിലെ പ്രധാന നഗരമായിരുന്നു മോഹൻജൊദാരോ. നമ്മൾ പറഞ്ഞു വലിയ കുളമാണ് ഈ നഗരത്തിലെ പ്രധാന സവിശേഷത. അവിടെ നൽകിയിരിക്കുന്നു വലിയ ഇഷ്ടിക കട്ടകൾ കൊണ്ടൊക്കെ ഉണ്ടാക്കിയൊരു കുളം. അതാണ് മോഹൻജൊദാരോയിലെ വലിയ കുളം. എന്താണ് പ്രത്യേകത? ഈ കുളത്തിലേക്ക് ഇറങ്ങാൻ ഇരുവശങ്ങളിലും പടവുകളും കുളിക്കുവാനായി കുളിമുറികളും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഈ കുളം സൈഡുകളൊക്കെ കെട്ടി ഈ കുളം സംരക്ഷിക്കപ്പെട്ടിരുന്നു. ഈ കുളത്തിലോട്ട് ഇറങ്ങാൻ പടവുകളും ഉണ്ടായിരുന്നു. പിന്നെ കുളിമുറികളും അവരവിടെ വികസിപ്പിച്ചിരുന്നു. ഓക്കെ, മലിനജലം പുറത്തേക്ക് ഒഴുക്കാനുള്ള സംവിധാനം ഇവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ മോഹൻജൊദാരോയിലെ വലിയ കുളം അവർ ഇഷ്ടികൾ കൊണ്ട് അവരുടെ സൈഡുകളൊക്കെ നിർമ്മിച്ച് സംരക്ഷിച്ചിരുന്നു. ഇവയ്ക്ക് പടവുകളൊക്കെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ സൈഡിൽ തന്നെ കുളിമുറികളുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ ആ കുളിമുറിയിലെ മലിനജലം ഒഴുക്കിവിടാനുള്ള സംവിധാനം അവരവിടെ ഒരുക്കിയിരുന്നു. ഓക്കെ, അപ്പോൾ മോഹൻജൊദാരോയിലെ വലിയ കുളം നമ്മൾ പഠിച്ച സെറ്റാണ്. അപ്പോൾ ഡ്രെയിനേജ് സിസ്റ്റം ഏത് സംസ്കാരത്തിൻ്റെ പ്രധാന സംഭാവന അല്ലെങ്കിൽ സവിശേഷത എന്ന് ചോദിച്ചാൽ നമ്മൾ ഏത് പറയും? ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ. ഏതാണ് ഹാരപ്പൻ സംസ്കാരം? അടുത്തതിലോട്ട് പോവാം. അടുത്തത് ധാന്യപുര. ഹാരപ്പൻ ജനതയുടെ പ്രധാന ഉപജീവനമാർഗ്ഗം കൃഷിയാണ്. നമ്മൾ പറഞ്ഞു എല്ലാ സംസ്കാരത്തിലെ ജനങ്ങളുടെ ഉപജീവനമാർഗ്ഗം എന്താണ്? കൃഷി തന്നെയായിരുന്നു. ഗുജറാത്തിലെ രംഗ്പൂർ ഇനി പറയുന്ന സ്ഥലങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഗുജറാത്തിലെ രംഗ്പൂർ, ലോതാൽ എന്നിവിടങ്ങളിൽ നിന്ന് നെൽകൃഷി ചെയ്തിരുന്നതിൻ്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ എവിടെയൊക്കെ ഗുജറാത്തിലെ രംഗ്പൂർ, ലോതാൽ എന്നിവിടങ്ങളിൽ നെൽകൃഷി ചെയ്തതിൻ്റെ തെളിവുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഹാരപ്പയിൽ കണ്ടെത്തിയ പ്രധാന ചരിത്ര ശേഷിപ്പുകളാണ് ധാന്യപുര. അപ്പം നമ്മളെന്ന് പറഞ്ഞു അഴുക്കു ചാലുകൾ ഇവരുടെ പ്രത്യേകതയാണ്. മോഹൻജൊദാരോയിലെ വലിയ കുളങ്ങൾ. പിന്നെ നമ്മളെന്താണ് പറഞ്ഞത്? ധാന്യപുര ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ പ്രത്യേകതയായിരുന്നു. ഓക്കെ, ധാന്യങ്ങൾ സംഭരിക്കാനും സൂക്ഷിക്കാനുമാണ് അവർ ഉപയോഗിച്ചിരുന്നത്. ഓക്കെ, ധാന്യപുരകൾ അവർ ഉപയോഗിച്ചിരുന്നത്? അവർ കൃഷി ചെയ്തിരുന്ന ധാന്യങ്ങൾ അവർക്ക് നാളത്തേക്ക് സംരക്ഷിക്കാൻ, അതായത് സംഭരിച്ച് അവിടെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ധാന്യപുരകൾ നിർമ്മിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ ധാന്യപുരകൾ ഏതിൻ്റെയാണ്? ഹാരപ്പൻ ജനതയുടെ പ്രധാന സംഭാവനയായിരുന്നു. അപ്പോൾ ഇതിനുള്ള തെളിവുകൾ കിട്ടിയ നഗരങ്ങൾ ഏതൊക്കെയാണ്? നമ്മളെ ഗുജറാത്തിലെ രംഗ്പൂറും ലോതാൽ എന്നീ നഗരങ്ങളിൽ നിന്നാണ് പണ്ട് കാലത്ത് ഹാരപ്പൻ ജനത കൃഷി ചെയ്തിരുന്നതിൻ്റെ തെളിവുകൾ നമുക്ക് ലഭിച്ചിരുന്നത്. അടുത്തതിലോട്ട് പോവാം. അപ്പം ഈ സംസ്കാരം തകരാനുണ്ടായ കാരണങ്ങളാണ് നമ്മൾ പറയുന്നത്. എന്തൊക്കെ കാരണങ്ങളാണ്? ഒന്ന് കാലാവസ്ഥ വ്യതിയാനം. അതായത് മാറി വന്ന കാലാവസ്ഥ അവരെ കൃഷിയെ ബാധിച്ചു. കാരണം അവരെ പ്രധാന ഉപജീവനമാർഗ്ഗം എന്തായിരുന്നു? കൃഷിയായിരുന്നു. കൃഷി നശിച്ചപ്പോൾ അവരെ വരുമാന മാർഗ്ഗത്തിൽ വലിയൊരു കോട്ടമാണ് അവിടെ തട്ടിയിട്ടുണ്ടായത്.
ഓക്കെ. അപ്പോൾ കാലാവസ്ഥ വ്യതിയാനം. പിന്നെ എന്താണ് കൃഷി നശിക്കാൻ ഉണ്ടായ പ്രധാന നിരന്തരമായ പ്രളയം. അവർ പറഞ്ഞു നദീതീരത്താണ്, സിന്ധു നദീതീരം, അതായത് സിന്ധു എന്ന് പറയുന്ന അത്രയും വലിയ നദീതീരത്താണ് അവരെന്താണ് കൃഷി സ്ഥലങ്ങൾ ഒരുക്കിയിരുന്നത്. അപ്പോൾ എന്താണ് പ്രളയം വരുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ് നമ്മളെ നദിയിലെ ജലനിരപ്പ് ഉയർന്ന് ഇവരെ കൃഷി സ്ഥലത്തേക്ക് കയറാറുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് അവിടെ കൃഷി സ്ഥലങ്ങളെല്ലാം നശിക്കുകയുണ്ടായി. അപ്പോൾ എന്താണ് കാലാവസ്ഥ വ്യതിയാനം ഒരു കാരണം. രണ്ടെന്താണ് നമ്മുടെ സിന്ധു നദിക്കരയിലുണ്ടായ പ്രധാന നിരന്തരം അതിൽ ഇടപെട്ടുണ്ടായ പ്രളയം എന്താണ് അവരെ കൃഷി നശിച്ച അവരെന്താണ് അവർ ഉപജീവന മാർഗത്തിലും എന്താണ് വലിയൊരു കോട്ടമാണ് തട്ടുന്നത്. അടുത്തെന്താണ് വനനശീകരണം. ഓക്കെ, വനനശീകരണം വഴി എന്താണ് നമ്മൾ കാലാവസ്ഥ വ്യതിയാനം സംഭവിക്കുന്നു. ഓക്കെ, അത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന പോയിന്റാണ്. അപ്പോൾ ഒന്നെന്താണ് കാലാവസ്ഥ വ്യതിയാനം, രണ്ടെന്താണ് പ്രളയം, നദിയിലെ പ്രളയം, പിന്നെന്താണ് വനനശീകരണം. അടുത്ത പോയിന്റ് എന്താണ് ഭൂമിയുടെ അമിതമായ ഉപയോഗം എന്താണ് ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ എന്താണ് തകർച്ചയ്ക്ക് കാരണമായി. അപ്പോൾ 4 പോയിന്റാണ് നമ്മുടെ ഹാരപ്പൻ സംസ്കാരത്തിന് തകർച്ചയ്ക്കുണ്ടായ കാരണം. ഒന്ന് നമ്മൾ പറയുന്നതാണ് കാലാവസ്ഥ വ്യതിയാനം, കൃഷി നശിച്ചു. പ്രളയം, നിരന്തരമായ പ്രളയം കൃഷി നശിക്കുന്നതിന് കാരണമായി. പിന്നെന്താണ് വനനശീകരണം കൃഷി നശിക്കാൻ കാരണമായി. അടുത്ത എന്താണ് ലാസ്റ്റ് പോയിന്റ് എന്താണ് ഭൂമിയുടെ അമിതമായ ഉപയോഗം, അതായത് ഭൂമിയെ അവരെന്താണ് കൂടുതൽ ചൂഷണം ചെയ്തത് എന്താണ് അവരുടെ ജനജീവിതത്തെ വളരെയധികം ബാധിച്ചു. ഓക്കെ, അപ്പോൾ നമ്മൾ ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ കുറച്ച് പോയിന്റുകളാണ് നമ്മൾ നോക്കിയത്. നമുക്കെല്ലാം നമ്മൾ ഓരോന്നായിട്ട് ഒരു പോയിന്റ് ചെയ്തുകൊണ്ട് പഠിച്ച് സെറ്റായിട്ടുള്ളൂ. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മുടെ വെങ്കലയുഗത്തിലെ 4 സംസ്കാരവും പറഞ്ഞു. എന്താണ് മെസപ്പൊട്ടോമിയൻ സംസ്കാരം പറഞ്ഞു, ചൈനീസ് പറഞ്ഞു, പിന്നെന്താണ് ഈജിപ്ഷ്യനും പറഞ്ഞു, പിന്നെന്താണ് ഹാരപ്പനെ നമ്മൾ പഠിച്ച് സെറ്റാണ്. അപ്പോൾ നമ്മൾ 6ാം ക്ലാസ്സിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ എല്ലാ പ്രധാനപ്പെട്ട പോയിന്റും നമ്മൾ ഓരോന്നായിട്ട് പഠിച്ച് കവറായി സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ വരാവുന്ന ക്വസ്റ്റ്യൻസും കൂടെ നമുക്ക് വർക്കൗട്ട് ചെയ്യാം. നമ്മൾ പഠിച്ചത് തലയിൽ എപ്പോഴും ഉറപ്പിക്കണമെങ്കിൽ റിവിഷനാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമുക്ക് കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്ടാ, ഞാൻ വായിക്കാടാ. ചാൾസ് ഡാർവിൻ മനുഷ്യപരിണാമത്തെക്കുറിച്ച് സിദ്ധാന്തം അവതരിപ്പിച്ച ഗ്രന്ഥത്തിൻ്റെ പേരെന്താണ്? അപ്പോൾ 1859 അദ്ദേഹം രചിച്ച പുസ്തകം ഏതെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. പുസ്തകം ഞാൻ വായിക്കാം, ഓരോ ഓപ്ഷൻസ് വായിക്കാം. പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക, ദി ഒറിജിൻ ഓഫ് സ്പീഷ്യസ്, ദി റിപ്പബ്ലിക്, വെൽത്ത് ഓഫ് നേഷൻ. അപ്പോൾ ഏതാണ്ട ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? നമ്മൾ പറഞ്ഞു മനുഷ്യ പരിണാമത്തെക്കുറിച്ച് നമ്മളൊരു ഫ്ലോ ചാർട്ടൊക്കെ അവിടെ പഠിച്ചതാണ്. അപ്പോൾ അദ്ദേഹം അതൊക്കെ ആ ഫ്ലോ ചാർട്ട് ഉൾപ്പെടെ ആ ഒരു വ്യക്തമായൊരു ധാരണ നമുക്ക് ഉണ്ടാക്കി തന്ന 1859 അദ്ദേഹം രചിച്ച ഏത് പുസ്തകമാണ്ട? ഏതാണ് നമ്മുടെ ഓപ്ഷൻ ബി ആണ്. ഏതാണ്? ദ ഒറിജിൻ ഓഫ് സ്പീഷ്യസ്. വർഷം നിങ്ങൾ ഓർത്ത് വെച്ചോ, പറഞ്ഞിട്ടുണ്ട് 1859 അദ്ദേഹം പുസ്തകം രചിച്ചത്. ഓക്കെ, സെറ്റാണ്. ഈ ക്വസ്റ്റ്യൻ എളുപ്പമാണ്. ഓക്കെ, അടുത്തതിലോട്ട് പോവാം. ഈജിപ്ഷ്യൻ സംസ്കാരം നിലനിന്നിരുന്നത് ഏത് നദീതടത്തിലാണ്? ഓക്കെ, നമ്മൾ എല്ലാ വെങ്കലയുഗത്തിലെ എല്ലാ സംസ്കാരങ്ങളും അവരുടെ നദീതീരങ്ങളെല്ലാം നമ്മൾ ഒരു ഭൂപടം വെച്ച് പഠിച്ച് സെറ്റായതാണ്. അപ്പോൾ ഈജിപ്ഷ്യൻ സംസ്കാരം നിലനിന്നിരുന്നത് ഏത് നദീതീരത്താണ്? ഓപ്ഷൻ എ സിന്ധു, ബി യൂഫ്രട്ടീസ്, സി നൈല്, ഡി ഹൊയാൻഹോ. ഏതാണ് ഈജിപ്ഷ്യൻ സംസ്കാരം നിലനിൽ വന്ന നദീതടം ഏതാണ്? ഇതിൽ ഏതാണ്? ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ? ഏതാണ്? നമുക്കറിയാം, നമ്മൾ വ്യക്തമായിട്ട് പറയാം. ഏതാണ്ട ഓപ്ഷൻ സി നൈൽ നദീതീരമാണ്. സിന്ധു നദീതീരത്ത് ഏതാണ്ട? ഹാരപ്പൻ. സിന്ധു നദീതീരത്ത് ഏതാണ്ട? ഹാരപ്പൻ സംസ്കാരം നമ്മൾ പഠിച്ചു പോയ പോയിന്റാണ്. യൂഫ്രട്ടീസ്, ടൈഗ്രീസ് ഏതാണ്? മെസപ്പൊട്ടോമിയൻ. ഓക്കെ, മെസപ്പൊട്ടോമിയൻ. ഓക്കെ, ഹൊയാൻഹോ ഏതാണ്? ചൈനീസ്. അപ്പോൾ നമ്മൾ എല്ലാ സംസ്കാരത്തിനും നദീതരം എന്താണ് ആ ഒരു ഭൂപടം വെച്ച് നമ്മൾ പഠിച്ചു പോയ ഫസ്റ്റത്തെ ബേസ് പോയിന്റാണ്. അപ്പോൾ ഇവിടുത്തെ ചോദ്യം എന്താണ്ട? ഈജിപ്ഷ്യൻ സംസ്കാരം നൈൽ നദീക്കരയിലാണ്. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. കൃഷി ആരംഭിക്കുകയും സ്ഥിരവാസം തുടങ്ങുകയും ചെയ്ത മനുഷ്യ ചരിത്രത്തിലെ ഏത് കാലഘട്ടത്തിലാണ്? അപ്പോൾ കൃഷി ആരംഭിക്കുകയും സ്ഥിരവാസം 2 പോയിന്റ് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ കൃഷി ആരംഭിക്കുകയും സ്ഥിരവാസം തുടങ്ങുകയും ചെയ്തത് മനുഷ്യൻ ഏത് ചരിത്ര കാലഘട്ടത്തിലാണ്? ഓപ്ഷൻ എ പ്രാചീന ശിലായുഗം, ബി മധ്യശിലായുഗം, സി താമ്രശിലായുഗം, ഡി നവീന ശിലായുഗം. ഏത് കാലഘട്ടത്തിലാണ്? നമ്മൾ എല്ലാ ഫ്ലോ ചാർട്ട് പഠിച്ചതാണ്. എന്താണ് നമ്മൾ ആദ്യം പറഞ്ഞ ഇത് പരുക്കൻ കല്ലുകൾ പറഞ്ഞു. പിന്നൊരു ഘട്ടത്തിൽ നമ്മൾ മിനുസമായ ഉപകരണങ്ങൾ ഉപയോഗിച്ചുള്ള ആയുധങ്ങളാണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞു മൺപാത്ര നിർമ്മാണവും ചക്രങ്ങളും കൃഷി തുടങ്ങിയ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ എടുത്തു പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. ഏതാണ്? നമ്മുടെ ഓപ്ഷൻ ഡി നവീന ശിലായുഗം. ഓക്കെ, അപ്പോൾ നവീന ശിലായുഗത്തിലാണ് മനുഷ്യൻ കൃഷി ആരംഭിച്ചതും മൺപാത്ര നിർമ്മാണമുണ്ട്, ചക്രങ്ങൾ നിർമ്മിച്ചതും ഏതാണ്? നവീന ശിലായുഗത്തിൽ. എന്നാൽ മനുഷ്യൻ മത്സ്യബന്ധനം തുടങ്ങിയതും ഭക്ഷ്യയോഗ്യമായ പുല്ലുകൾ ഭക്ഷിക്കാൻ തുടങ്ങിയതും നമ്മുടെ ഇലകളും മരത്തിൻ്റെ തോലൊക്കെ ഉപയോഗിച്ച് വസ്ത്രങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങിയതാണ് മധ്യശിലായുഗമാണെന്ന് നമ്മൾ പഠിച്ചു. പരുക്കൻ കല്ലുകൾ പ്രാചീന ശിലായുഗമാണെന്നും നമ്മൾ പറഞ്ഞു പോയ കാര്യങ്ങളാണ്. നമുക്ക് അടുത്തതിലോട്ട് പോടാം. മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിൽ എഴുത്തുവിദ്യ ഏത് പേരിൽ അറിയപ്പെടുന്നു? നമ്മൾ എല്ലാ സംസ്കാരത്തിൻ്റെ നമ്മൾ എഴുത്തുവിദ്യയും അവർ സംഭാവനകൾ പഠിച്ചതാണ്. അപ്പോൾ അതിൽ നിന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്. എന്താണ് മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിലെ എഴുത്തുവിദ്യ ഏതാണ്? ഹൈറോഗ്ലിഫിക്സ് ആണോ, ക്യൂണിഫോം ആണോ, ദേവനാഗിരിയാണോ, ചിത്രലിപിയാണോ? നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, സുമേറിയക്കാരാണ്
എന്താണ് മെസ്സപ്പൊട്ടോമിയ സംസ്കാരത്തിൽ എഴുത്തുവിദ്യ കൊണ്ടുവന്ന സുമേറിയക്കാരാണ്. അപ്പോൾ അവർ കൊണ്ടുവന്ന എഴുത്തുവിദ്യ ഏതാണ്ട ക്യൂണിഫോം. അതാണ് ഓപ്ഷൻ ബി ക്യൂണിഫോം. ഓക്കെ, അപ്പോൾ ഓപ്ഷനിലുള്ള ഏതാണ്ട് ഹൈറോഗ്ലിഫിക്സ് ആരെയാണ്ട ഈജിപ്തുകാരാണ്. ഹൈറോഗ്ലിഫിക്സ് ആരുടെയാണ്? ഈജിപ്തുകാരാണ് ഹൈറോഗ്ലിഫിക്സ്. ഏതാണ്? മഹത്തായ ലിപി, അതായത് മഹത്തായ എഴുത്ത് വിദ്യ എന്നാണ് ഹൈറോഗ്ലിഫിക്സിൻ്റെ അർത്ഥവും നമ്മൾ പറഞ്ഞു. വലത്ത് നിന്ന് ഇടത്തോട്ടാണ് അത് എഴുതുന്നതെന്ന് നമ്മൾ പറഞ്ഞു ഹൈറോഗ്ലിഫിക്സ്. ചിത്രലിപി ആരുടെയാണ്? ചൈനക്കാരുടെയാണ്. ചിത്രലിപി ആരാണ്ട? ചൈനക്കാരുടെയാണ്. ദേവനാഗരി നമ്മുടെ ഇന്ത്യയുടെയാണ് ദേവനാഗരി ലിപി. ഓക്കെ, അപ്പോൾ ക്യൂണിഫോം ആരാണ്? മെസ്സപ്പൊട്ടോമിയക്കാരിൽ ഏതാണ്? ക്യൂണിഫോം ജനതയാണ് അത് നമുക്ക് സംഭാവന നൽകിയത്. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. പ്രാചീന ശിലായുഗത്തിലെ മനുഷ്യ ജീവിതത്തിന് തെളിവുകൾ ലഭിച്ച ഫിൻബേദ്ക എന്ന ഗുഹകൾ നമ്മുടെ രാജ്യത്തെ ഏത് സംസ്ഥാനത്താണ്? കേരളമാണോ, മധ്യപ്രദേശാണോ, തമിഴ്നാടാണോ, മഹാരാഷ്ട്രയാണോ? നമ്മുടെ ഫിൻബേദ്ക എന്ന ഗുഹ, അതായത് നമ്മുടെ പ്രാചീന ശിലായുഗത്തിൽ നമുക്ക് ചിത്രങ്ങൾ ലഭിച്ച, തെളിവുകൾ ലഭിച്ച ഫിൻബേദ്ക നമ്മുടെ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഏത് സംസ്ഥാനത്താണ് ഫിൻബേദ്ക? മധ്യപ്രദേശ്. ഏതാണ്? ഓപ്ഷൻ ബി മധ്യപ്രദേശ്. സെറ്റാണ് ഈ ചോദ്യം സെറ്റാണ്. നമുക്ക് എന്താണ്ട അടുത്തതിലോട്ട് പോവാം. ഈജിപ്തിലെ ഭരണാധികാരികൾ അറിയപ്പെട്ടിരുന്ന ഏത് പേരിലാണ്? ഓക്കെ, ഈജിപ്തിലെ ഭരണാധികാരികൾ അറിയപ്പെട്ടിരുന്ന പേരേതാണ്? രാജാവാണോ, ചക്രവർത്തിയാണോ, ഫറോവയാണോ, സുൽത്താൻമാരാണോ? നമ്മൾ പറഞ്ഞു മമ്മികളെ കാര്യമൊക്കെ പറഞ്ഞു, ഗിസയിലെ മഹത്തായ പിരമിഡുകൾ പറഞ്ഞു. എന്താണ് ഇവരുടെ മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരുന്നത് ഈ പിരമിഡിൻ്റെ ഉള്ളിലാണെന്നും ഇന്ന് നിലവിലുള്ള ഏറ്റവും വലിയ പിരമിഡ് ഏതാണ്? ഗിസയിലെ മഹത്തായ പിരമിഡാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഏതാണ്ട് ഈജിപ്തിലെ ഭരണാധികാരികളുടെ പേരുകൾ എന്താണ്? ഫറോവ. ഏതാണ്? നമ്മുടെ ഓപ്ഷൻ സി ഫറോവയാണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ. നമ്മൾ പഠിച്ചു പോയ കാര്യമാണ്. നമുക്ക് അടുത്തതിലോട്ട് പോകാം. ചൈനീസ് സംസ്കാരം ഉടലെടുത്തത് ഏത് നദിയുടെ തീരത്താണ്? അപ്പോൾ ചൈനീസ് സംസ്കാരം ഏത് നദി തീരത്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു പോയുള്ളൂ. നേരത്തെ ഞാൻ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോൾ നമ്മളത് വീണ്ടും ഡിസ്കസ് ചെയ്തേ ഉള്ളൂ. പറയാം. നൈൽ നദിയാണോ, സിന്ധു ആണോ, ടൈഗ്രീസ് ആണോ, ഹൊയാങ്ഹോ ആണോ? നമുക്ക് പേരിടും ചൈനീസ്, ഒരു ചൈനീസ് ടച്ചുള്ള പേര് ഇതല്ലേ. ഓക്കെ, അപ്പോൾ ആൻസർ ഏതാണ്? ഡി, ഹൊയാങ്ഹോ നദി തീരത്താണ് നമ്മുടെ ചൈനീസ് സംസ്കാരം നിലവിൽ വന്നത്. സൂക്ഷ്മവും മുനയുള്ളതുമായ ശിലാ ആയുധങ്ങൾ ഉപയോഗിച്ചിരുന്ന ഏത് കാലഘട്ടത്താണ്? അപ്പോൾ സൂക്ഷ്മവും മുനയുള്ളതുമായ ശിലാ ആയുധങ്ങൾ ഉപയോഗിച്ചിരുന്ന കാലഘട്ടം ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ നവീന ശിലായുഗം, ബി ലോഹയുഗം, സി മധ്യശിലായുഗം, ഡി പ്രാചീന ശിലായുഗം. അപ്പോൾ ഏത് കാലഘട്ടത്തിലാണ് മനുഷ്യൻ സൂക്ഷ്മവും മുനയുള്ളതുമായ ശിലായുധങ്ങൾ ഉപയോഗിച്ചിരുന്ന കാലഘട്ടം ഏതാണ്? ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? പറഞ്ഞേടാ, നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചു പോയ കാര്യമാണ്. നമ്മൾ ആ ഫ്ലോ ചാർട്ടിൽ 3 ശിലായുഗത്തിൽ 4 വീതം പോയിന്റുകൾ പഠിച്ച് നമ്മൾ ഉറപ്പിച്ചു പോയ കാര്യമാണ്. ഏതിലാണ്ട മനുഷ്യൻ മുനയുള്ളതായ ശിലായുധങ്ങൾ ഉപയോഗിച്ചിരുന്നത്? ഏതാണ്? മധ്യശിലായുഗം. ഓപ്ഷൻ സി മധ്യശിലായുഗത്തിലാണ്. നമ്മൾ പറഞ്ഞ കാര്യമാണ്. ഞാൻ വീണ്ടും നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യം കണ്ടാണ് വീണ്ടും ഇതൊരു പറയാത്തത്. നേരത്തെ ഒരു ചോദ്യത്തിൽ നമ്മളിതൊന്ന് പറഞ്ഞു പോയ കാര്യമുണ്ടോ. അപ്പോൾ അടുത്തതിലോട്ട് പോവാം. മെസ്സപ്പൊട്ടോമിയയിലെ ആരാധനാലയങ്ങൾ പൊതുവെ അറിയപ്പെടുന്ന പേരെന്താണ്? ഓക്കെ, ഏതാണ്? പിരമിഡാണോ, സിനഗോഗുകളാണോ, സ്തൂപങ്ങളാണോ, സിഗുറാത്തുകളാണോ? നമ്മൾ പറഞ്ഞു ഇപ്പോൾ ഉർ എന്ന് പറയുന്ന നഗരത്തിൽ ഇത് സംരക്ഷിക്കപ്പെടുന്നു എന്ന് പറഞ്ഞു. ഇതെന്താണ്? നഗരങ്ങളിലാണ് ഇത് കൂടുതലും നിർമ്മിക്കപ്പെട്ടിരുന്നതെന്ന് പറഞ്ഞു. ഇഷ്ടികകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് നമ്മൾ പറഞ്ഞു. അപ്പോൾ മെസ്സപ്പൊട്ടോമിയക്കാരുടെ പ്രാർത്ഥനാ കേന്ദ്രങ്ങൾ, ആരാധനാലയങ്ങൾ അറിയപ്പെടുന്ന പേരെന്താണെന്ന് നമ്മുടെ ചോദ്യം. അപ്പോൾ ഏതാണ്ട് നമ്മൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി. ഏതാണ്? സിഗറാത്തുകളാണ് ആൻസർ. ഉർ എന്ന നഗരത്തിലാണ് ഉള്ളതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു പോയ കാര്യമാണ്. നമുക്ക് അടുത്തതിലോട്ട് പോകാം. പരുക്കൻ കല്ലുകൾ ആയുധങ്ങളായി ഉപയോഗിച്ചത് ഏത് ശിലായുഗത്തിലാണ്? ഓക്കെ, പരുക്കൻ കല്ലുകൾ മനുഷ്യൻ ആയുധങ്ങളായി ഉപയോഗിച്ചിരുന്ന ശിലായുഗം ഏതെന്നാണ് നമ്മുടെ ചോദ്യം. പ്രാചീന ശിലായുഗമാണോ, മധ്യശിലായുഗമാണോ, അതോ നവീന ശിലായുഗമാണോ, അതോ താമ്രശിലായുഗമാണോ? അപ്പോൾ മനുഷ്യൻ പരുക്കൻ കല്ലുകൾ ഉപയോഗിച്ച് വേട്ടയാടൽ നടത്തിയിരുന്ന ഏത് ശിലായുഗത്തിലാണ്? ഓപ്ഷൻ എ പ്രാചീന ശിലായുഗമാണോ, ബി മധ്യശിലായുഗമാണോ, നവീന ശിലായുഗമാണോ, താമ്രശിലായുഗമാണോ? നമ്മൾ പഠിച്ചു പോയ കാര്യമാണ്, പഠിച്ച് സെറ്റായ കാര്യമാണ്. ഏതാണ്ട? പ്രാചീന ശിലായുഗം. ഓപ്ഷൻ എ. അപ്പോൾ പ്രാചീന ശിലായുഗമാണ് നമ്മുടെ ശിലായുഗങ്ങളിൽ ആദ്യഘട്ടമൊന്നും പരുക്കൻ കല്ലുകളാണ് ഉപയോഗിച്ചിരുന്നത്. പിന്നെ കായികനികളും പിന്നെ മൃഗങ്ങളെ വേട്ടയാടിയുമാണ് അവരവിടെ ജീവിച്ചിരുന്നത് നമ്മൾ പറഞ്ഞു പോയ കാര്യമാണ്. ഓക്കെ എടാ, അപ്പോൾ നമ്മൾ എന്തൊക്കെ നോക്കിയിടാന്ന്? നമ്മളന്ന് 6ാം ക്ലാസ്സിലെ നമ്മുടെ സോഷ്യൽ സയൻസിലെ ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ പറഞ്ഞത്. ആദിമ മനുഷ്യൻ്റെ രൂപപ്പെടലിനെ പറ്റിയും അവർ പിന്നെ കൃഷി ആരംഭിച്ചതും സ്ഥിരതാമസങ്ങളെക്കുറിച്ചും പിന്നെ ഗ്രാമങ്ങൾ നഗരങ്ങളാവുകയും ആ നഗരങ്ങൾ കേന്ദ്രീകരിച്ച് വലിയൊരു സംസ്കാരം രൂപപ്പെട്ടു എന്ന് പറഞ്ഞു. പിന്നെ വെങ്കല യുഗത്തിലെ 4 പ്രധാന സംസ്കാരം പറഞ്ഞു. നമ്മുടെ ഹാരപ്പൻ സംസ്കാരം നമ്മൾ പറഞ്ഞു, പ്രധാന പോയിന്റ് എല്ലാം പറഞ്ഞു പോയി. പിന്നെ നമ്മുടെ മെസ്സപ്പൊട്ടോമിയ സംസ്കാരം പറഞ്ഞു, ചൈനീസ് സംസ്കാരം പറഞ്ഞു, ഈജിപ്ഷ്യൻ സംസ്കാരവും പറഞ്ഞു. ഓക്കെ, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മളെ വർക്കൗട്ട് ചെയ്തു. അപ്പോൾ നമ്മളെല്ലാം ഓരോ പോയിന്റ് വീതം പഠിച്ച് സെറ്റായിട്ടാണ് പോയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇത് വീണ്ടും റിവൈസ് ചെയ്യുക. SCERTയുമായി ബന്ധപ്പെട്ട
പോൾസും നോട്ട്സൊക്കെ നമ്മളെ ടെലിഗ്രാമിൽ നമ്മൾ എന്താണ് നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ടെലിഗ്രാം ചാനലും കൂടെ നമ്മളൊന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. പഠിച്ച കാര്യങ്ങൾ വീണ്ടും റിവൈസ് ചെയ്യുക. റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ നമുക്ക് എന്താണ്ട അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.